കുട്ടിയെ ലിങ്ക് വന്നിട്ടില്ല എന്ന് പറയുന്നു. സോ HSSയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കുറച്ച് ഏരിയാസ് ഉണ്ടാവും. അതായത് ഇതെങ്ങനെ വർക്കാകും, ഇത്ര സമയത്തിനുള്ളിൽ എങ്ങനെ വർക്കാകും, അതുപോലെ ഇത്ര ഒരു ഏത് ലിമിറ്റിൽ നിങ്ങൾ പഠിക്കണം എന്നൊക്കെ ഉള്ള വളരെയധികം സംശയങ്ങളുള്ള ഒരു ഏരിയ ആണ് HSST എന്ന് പറയുന്നത്. കാരണം നെറ്റ് പോലെ അല്ല. നിങ്ങൾ നെറ്റിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾ നെറ്റ് എക്സാമിന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫാക്റ്റ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഫാക്റ്റ് ആണ്. അപ്പൊ ഈ ഫാക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ HSSC സംബന്ധിച്ചിടത്തോളം എത്ര പേര് HSSTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്? PYQs നോക്കി ആരെങ്കിലും ഇതിനകത്തുണ്ടോ? HSSTയുടെ PYQs നോക്കി ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്നാൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയും. HSSCയുടെ PYQs നോക്കിയ ആൾക്കാരൊന്ന് കമന്റ് ബോക്സിൽ പറയും. അതായത് മുന്നേ നടന്നിട്ടുള്ള ഏതെങ്കിലും PYQs നോക്കിയിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അറിവുണ്ട്, അല്ലെങ്കിൽ ഓക്കെ നമ്മൾ PYQ നോക്കുമ്പോൾ ഒരു മിനിമം ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ടായിരുന്നോ? PYQs നോക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടോ? PYQs നോക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സാധിക്ക് നോക്കി എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ വേറെ ആരൊക്കെ നോക്കി? എന്നാൽ നിങ്ങൾക്ക് ഒരു ബേസിക് അനാലിസിസ് ഉണ്ടാവുമല്ലോ. ബേസിക് അനാലിസിസ് ഉണ്ടാവും. ഓക്കെ, ഇതെനിക്ക് പറ്റും പറ്റില്ല എന്നുള്ളൊരു അനാലിസിസ് ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഡൗട്ട് ആയിട്ട് പറയുന്ന ഏരിയാസ് ആയിരിക്കും തിയറി എന്ന് പറയുന്നത്. തിയറി അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ള ഒരു സെഷനാണ് നമ്മൾ ഈ തിയറിയുടെ പാർട്ട് വരുമ്പോൾ. അത് മാറ്റി നിർത്തിയേക്കാം. നിങ്ങൾ തിയറി മാറ്റി നിർത്തിയേക്കാം. നിങ്ങളുടെ ഏറ്റവും വീക്ക് ഏരിയ തിയറി ആണെങ്കിൽ, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാരെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന തിയറി പാർട്ടിലെ പ്രശ്നമാണ് പറയുന്നത്. സോ തിയറി മാറ്റി നിർത്തുക. തിയറി എവിടെ നിൽക്കട്ടെ, തിയറി എന്തോ ആയിക്കോട്ടെ. പക്ഷെ ബാക്കി എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു തരത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ കട്ട് ഓഫ് കടന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കട്ട് ഓഫ് കടന്നത് കൊണ്ട് കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒരു കട്ട് ഓഫ് ക്ലിയറൻസ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കട്ട് ഓഫ് ക്ലിയറൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സോ കട്ട് ഓഫ് അല്ല, നമ്മളൊരു കട്ട് ഓഫിന് ഒരു 15 മാർക്ക് എക്സ്ട്രാ മേടിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയിൽ വേണം വർക്ക് ചെയ്യാൻ. അതല്ലാതെ നിങ്ങൾ മാക്സിമം പഠിക്കുക, അതല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് പഠിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സമയവും മാക്സിമം ടൈം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുക. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ കൺവെൻഷനൽ ടീച്ചേഴ്സ് ആണ്, കുറെ ആൾക്കാർ ടീച്ചേഴ്സ് ആണ്, എനിക്കറിയാം ടീച്ചേഴ്സ് ആണ്. അതുപോലെ കുറെ ആൾക്കാർ പഠിപ്പിക്കുന്ന പ്രൈവറ്റ് മേഖലയിലെങ്കിലും കുറെ അധികം എന്തുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ പഠിച്ചു വന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് കുറച്ചധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് നെറ്റും ഉണ്ട്, നെറ്റ് ക്വാളിഫൈ ആൾക്കാരും ഇതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഒരു ഏകദേശ കണക്കെടുത്താൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഈ നെറ്റ് ഉള്ളത്, സെറ്റ് ഉള്ളത്, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി പരിചയമുള്ള ആൾക്കാരുണ്ടാവും. അതായത് അത്യാവശ്യം പരിചയമുള്ള ആൾക്കാരും ഉണ്ടാവും, എന്നാൽ കുറെ ഗ്യാപ്പ് വന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുത്തതിൽ കുറെ ഏജ് ഗ്യാപ്പ് വന്ന ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരും ഉണ്ട്, എന്നാൽ ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾ PSCയുടെ ഒരു പാറ്റേൺ പരിശോധിക്കുക. PSCയുടെ അടുത്ത ഈ വന്ന എക്സാംസിന്റെ ഒക്കെ ഒരു പാറ്റേൺ പരിശോധിക്കുക. ആ പാറ്റേൺ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാറ്റേൺ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലായിരിക്കില്ല. അതായത് ഇപ്പൊ നമ്മൾ കരുതുന്ന ഒരു ലെവലിലല്ല PSC ഇപ്പൊ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, PSC ഇപ്പൊ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലെവലിലല്ല. നിങ്ങൾ ഏകദേശം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അതായത് PSCയുടെ പാറ്റേൺ പിടിക്കാൻ കുറച്ച് പാടാണ്. നെറ്റിനേക്കാളും, ഞാൻ ഉറപ്പിച്ച് പറയാം, നെറ്റിനേക്കാളും നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നെറ്റിനേക്കാളും വളരെയധികം കുറച്ച് ഇൻഡെപ്തിലും അതുപോലെ കുറച്ച്
ടെക്നിക്കൽ പരമായിട്ട് PSC കുറച്ച് മുന്നിലാണ്. അതുകൊണ്ട് PSCയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ പിഴ പോലും പ്രതീക്ഷിക്കേണ്ട, അതൊരു എറർ ക്വസ്റ്റ്യൻ പോലും വരാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ ക്യാൻസൽ ആകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനോ വരാൻ തന്നെ ചാൻസ് കുറവാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ട ഏരിയ ആണ് നിങ്ങളുടെ കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ്. ആ കൺഫ്യൂഷൻസിൽ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്ന കുറച്ച് കൺഫ്യൂഷൻസ് എനിക്കറിയാം. ഒന്ന്, ഫുൾ കവറേജ് ഓഫ് സിലബസ് നിങ്ങൾ കവർ ചെയ്യുമോ, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്, സിലബസ് കവർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് സിലബസ് കവർ ചെയ്യണം, ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് വേണ്ടത് സിലബസ് കവർ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇതിന്റെ റിയാലിറ്റി പരിശോധിച്ച് നോക്കൂ. ഈ സിലബസിൽ ഞാൻ സിലബസ് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ആൻസർ പറയാം. ഈ സിലബസിൽ നിങ്ങളുടെ മനസ്സിൽ 12ഓ 13ഓ യൂണിറ്റ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ വിചാരം. അതായത് 12 യൂണിറ്റ് ഉണ്ട്, 13 യൂണിറ്റ് ഉണ്ട് എന്നൊക്കെയുള്ള ആ യൂണിറ്റ് കണക്കായിരിക്കും നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. 13 യൂണിറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ 12 യൂണിറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു യൂണിറ്റ് കണക്കായിരിക്കും നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കവറേജ് ഓഫ് സിലബസ് എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയായിട്ടാണോ കരുതിയിരിക്കുന്നത്? ജെന്യുവിനായിട്ട് ചാറ്റ് ബോക്സിൽ പറയാ, സിലബസ് കവർ ചെയ്യാൻ വളരെയധികം ടഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയാം. അതല്ല വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ചാറ്റ് ബോക്സിൽ പറയാം. സിലബസ് കവർ ചെയ്യുന്നത് ഏറ്റവും കുറച്ചധികം ടഫാണ് എന്ന് കരുതുന്ന ആൾക്കാർക്ക് എസ് എന്ന് പറയാം. സിലബസ് കവർ ചെയ്യുന്നത് കുറച്ച്, ഞാൻ ഇതിന്റെയൊക്കെ ക്ലാരിറ്റിയാണ് വരുത്തി പോകുന്നത്. അല്ലാതെ ഞാൻ കുറെ അധികം ഇവിടെ ഒരു വലിയൊരു ക്ലാസ് എടുത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റിയാണ് വരുത്താൻ പോകുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂഷനിൽ ആദ്യം ഞാൻ ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് കവറേജ് ഓഫ് സിലബസ്. ഈ കവറേജ് ഓഫ് സിലബസ് എങ്ങനെ കവർ ചെയ്യും എന്നുള്ളത് ഞാൻ ഇപ്പൊ പറയും, കുറച്ച് നേരം കഴിയുമ്പോൾ പറയും. പിന്നെ കുറെ ഡൗട്ട്സ് ഉണ്ട്, ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ട്, സെൽഫ് ഡൗട്ട്സ് ഉണ്ട്. ടൈം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ടൈം, ഞാൻ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണം? ഒരു റാങ്കുകാരൻ പറയുന്നു, അതായത് ഇപ്പൊ നിങ്ങളൊരു ടോപ്പേഴ്സിന്റെ ഒരു ഇതെടുക്കുന്നു, ഇപ്പൊ നെറ്റ് ആയിക്കോട്ടെ, HSST ആയിക്കോട്ടെ, മുൻകാലങ്ങളിൽ പഠിച്ച ആരുടെയെങ്കിലും എടുക്കുന്നു. ഒരാൾ പറയുകയാണ്, ഞാൻ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ത്രൂ ഔട്ട് പഠിച്ചത് കൊണ്ടാണ്, ഡെയിലി പഠിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്വാളിഫൈ ആകുന്നത്. സോ അത് നമ്മൾ ഒരു റാങ്കുകാരനായതുകൊണ്ട് വിശ്വസിക്കുന്നു. പക്ഷെ ശരിക്കും ത്രൂ ഔട്ട് 8 അവറോ 9 അവറോ പഠിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ 10 മണിക്കൂർ കൂടുതൽ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ പഠിക്കുക എന്ന് പറയുന്നതിന്റെ പ്രോസസ്സിന് വ്യത്യാസമുണ്ട്. സോ ഇപ്പൊ ടൈമും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടൈം ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ആണ്, ഒരാളെയും കോപ്പി അടിക്കരുത്. അതായത് ഇപ്പൊ ഒരു റാങ്കുകാരൻ പറയുന്നു, ഒരു ടോപ്പേഴ്സ് ടോക്കിൽ പറയുന്നു, അതല്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു, നിങ്ങൾക്ക് പറയുന്നു എന്ത് ചെയ്യുന്നു, 10 മണിക്കൂർ 12 മണിക്കൂർ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്യാവൂ, കേൾക്കുക കളയുക. എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരാള് 1 മണിക്കൂർ പഠിക്കുന്ന കണക്കല്ല വേറൊരാള് വേറൊരു മണിക്കൂർ പഠിക്കുന്നത്. അതായത് എല്ലാവരും ടൈം ഡിപ്പെൻസ് ആണ്. സോ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കരുത്. ക്ലാസ് ജോയിൻ ചെയ്ത് അതൊക്കെ ശേഷമാണ് ആ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ഇപ്പോഴേ തീരുമാനിക്കരുത്. ടൈം എന്ന് പറയുന്നത് ഈ കൺഫ്യൂഷൻ കിടന്നോട്ടെ, ഈ ഒന്നാമത്തെ കൺഫ്യൂഷൻ കിടന്നോട്ടെ. രണ്ടാമത്തെ ടൈം എന്ന് പറയുന്ന കൺഫ്യൂഷൻ നിങ്ങൾ കൊണ്ടുപോകരുത്, ഇപ്പോ നിലവിൽ കൊണ്ടുപോകരുത്. ഓരോരുത്തർക്കും നമ്മൾ സ്ട്രാറ്റജി പറയും, അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ അഡ്മിഷൻ എടുക്കാത്ത ആൾക്കാരുണ്ടാവും, അവർക്കും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് മെന്റർഷിപ്പ് കിട്ടുന്ന സമയത്ത്, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഓക്കെ, ഈ 2 കൺഫ്യൂഷൻസും ഉണ്ട്. ഇനി എനിക്ക് മനസ്സിലായ ഒരു കാര്യം സെൽഫ് ഡൗട്ടും കോൺഫിഡൻസ് ഇല്ലായ്മ. ആർക്കൊക്കെ തിയറിയിൽ കോൺഫിഡൻസ് ഉണ്ട്? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞു. തിയറിയിൽ കോൺഫിഡൻസ് ഉണ്ട്. തിയറിയിൽ എനിക്ക് കോൺഫിഡൻസ് ആണ്. ഇപ്പൊ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ തിയറി ഉണ്ട്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ കൺസെപ്റ്റ്സ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നോ. എനിക്ക് തിയറിയിൽ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നോ, അതല്ല എസ്, അല്ലെങ്കിൽ എസ്. നോട്ട് എവറി തിയറീസ്. ഓക്കെ, അത് ഞാൻ വേണമെങ്കിൽ പർട്ടിക്കുലർലി ഞാൻ തിയറീസിന്റെ പേര് പറയാം. അത് കിടക്കട്ടെ, ഇറ്റ് മീൻസ് യൂണിറ്റ്സിന്റെ പേര് പറയാം. ഓക്കെ, നോ, ഓൾമോസ്റ്റ് നോ ആണ്, അവിടെ കിടക്കട്ടെ, ഓൾമോസ്റ്റ് നോ ആണ്. സോ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് തിയറി നല്ല മാർക്ക് പോകാൻ പോകുന്നത്. അത് ക്ലിയർ, അതുകൊണ്ടാണ് പറയുന്നത് ക്ലാരിറ്റി ഉണ്ടാവണം. ഈ ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ്. തിയറി എന്ന് പറയുന്നത് നിങ്ങളൊരു ക്ലാസ് കേട്ടോ, ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 ചോദ്യം തിയറിയിൽ ചോദിച്ചു, 15 അല്ല അതിൽ കൂടുതൽ ചോദിക്കുന്നതിനകത്ത് 15 ചോദ്യം ചോദിച്ചു വിചാരിക്കാം. അതിൽ നിങ്ങൾക്ക് 10 ചോദ്യം വരെയും ഉറപ്പായിട്ടും നിങ്ങൾക്ക് മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും കോൺഫിഡന്റ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ കോൺഫിഡന്റ് ആണ് എന്നുള്ളവർ എസ് പറയും, അല്ലെങ്കിൽ നോ. കോൺസ്റ്റിറ്റ്യൂഷൻ കോൺഫിഡന്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ ഞാൻ കോൺഫിഡന്റ് ആണ്, കുഴപ്പമില്ല, ഞാൻ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു ഏരിയ ആണ്.
എസ് എന്ന് കമന്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അത് പഠിച്ചാൽ കിട്ടില്ല, കുറച്ച് ടഫ് തന്നെയാണ്, ഇതേപോലെ തിയറി പോലെ തന്നെ എനിക്ക് ടഫാണ്. വളരെ ജെന്യൂൻ ആയിട്ട് സംസാരിക്കണം. അതായത് ഇതിലിരിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടാവണം, അതുകൊണ്ടാണ്. അതായത് ഇവിടെ ഞാനൊരു മോഹന വാഗ്ദാനം തന്നിട്ട് കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് ഇത് ക്ലാരിറ്റി വരുത്തിയേ എനിക്കിത് സംസാരിക്കാൻ പറ്റും. എപ്പോഴും ഏതൊരു സാഹചര്യത്തിൽ ഞാൻ ഇപ്പം നെറ്റിന്റെ കോഴ്സ് ആയാലും ഇതായാലും നമ്മളൊരു ക്ലാരിറ്റി വരുത്തിയാണ് എപ്പോഴും സംസാരിക്കാറ്. അതിനും അപ്പുറം ഒരു മോഹന വാഗ്ദാനം തന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഓൾമോസ്റ്റ് എസ് ആണ്. സോ ഇപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പവും തിയറി പാടുമായിരിക്കണം, ഒരു അസംഷൻ. ഇപ്പൊ നിങ്ങളുടെ റെസ്പോണ്ട് വെച്ചിട്ട് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തിയറി പാടും കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പമാണെന്ന് വിചാരിക്കണം. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലായിരിക്കും. PSCയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. അതുപോലെ HSSTയിൽ മുമ്പേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ മാത്രം എടുത്ത് നോക്കുക. അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇൻ ഡെപ്ത് ആയിരിക്കും പരിപാടി. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റ ഓപ്ഷനിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഓപ്ഷനിലെ ഗ്യാപ്പ് പിടിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ തിയറിയിൽ അങ്ങനെയല്ല. തിയറിയിൽ നിങ്ങൾക്ക് മിനിമം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഓപ്ഷൻ മതി ആൻസർ കിട്ടാൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പമാണെന്ന് വിചാരിക്കും, പക്ഷെ പഠിക്കുമ്പോഴും എളുപ്പമാണ്. ആക്ച്വലി പഠിക്കുമ്പോഴും ഒരു കുറച്ചധികം എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡൗട്ട് വരും. ഓക്കെ, ഇതും കൂടെ ചേരില്ലേ, ഈ ഓപ്ഷനും കൂടെ വരില്ലേ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് PSC മേക്ക് ചെയ്യുന്നത്. ഒരിക്കലും PSCയെ നമുക്കൊരു നെറ്റിന്റെ ക്വസ്റ്റ്യൻ പോലും, നിലവിൽ ലാസ്റ്റ് 2 സൈക്കിളിലെ നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പോലും ആയിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. PSC ഫാർ സ്റ്റാൻഡേർഡ് ആണ്, കുറച്ചും കൂടെ നല്ല നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റിലി ഡിമാൻഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. അല്ലാതെ എവിടെന്നെങ്കിലും എടുത്തിടുന്ന ക്വസ്റ്റ്യൻസ് അല്ല, സബ്ജക്റ്റിലി ഡിമാൻഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 50 മാർക്ക് 45 മാർക്കൊക്കെ കട്ട് ഓഫിലേക്ക് വന്ന് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത് കട്ട് ഓഫ് കുറയാനുള്ള ഒരു റീസൺ, നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇത്ര കട്ട് ഓഫ് മതി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ രണ്ടാമത് കട്ട് ഓഫ് കുറയാനുള്ള ഒരു റീസൺ, ഈ BEd ഉള്ള ആൾക്കാരുടെയും ഇതേപോലുള്ള കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും BEd ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പം ഈ കോമ്പറ്റീഷന്റെ അളവ് കുറയും. അതായത് നല്ലതുപോലെ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി അറിയാവുന്ന ആൾക്കാരുടെ അളവ് കുറയും. അതുകൊണ്ടാണ് കുറച്ച് കട്ട് ഓഫ് കുറയുന്നത്. പക്ഷെ ഇത്തവണ എത്രയോ വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു എക്സാം വരാൻ പോവുകയാണ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. വളരെ കുറച്ച് പേര് എഴുതിയാലും റാങ്ക് മേടിക്കുന്ന അല്ലെങ്കിൽ കട്ട് ഓഫ് കടന്നെന്ന് കാര്യമില്ല, ഏറ്റവും ടോപ്പിലേക്ക് വരണം അല്ലെങ്കിൽ റാങ്ക് നിങ്ങൾക്ക് ജോലിയുള്ള റാങ്കിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നെങ്കിലും ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടണം. അതായത് ഇപ്പൊ ഞാൻ ഒരു ഏരിയ പറയുന്നു, ഇപ്പൊ ഒരു ജനറൽ പേപ്പറിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി, ഇതിലൊന്നും ഒരു മാർക്ക് പോലും പോകാതെ കിട്ടണം. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു 10 ചോദ്യം ചോദിച്ചാൽ അതിൽ 9 ചോദ്യമോ 8 ചോദ്യമോ അത്രയും തന്നെ കിട്ടണം. അതിനും അപ്പുറം അല്ലെങ്കിൽ 5 ചോദ്യമോ 4 ചോദ്യം അങ്ങനെയല്ല പറയുന്നത്, 10ൽ 9 കിട്ടണം എന്നൊരു സ്ട്രാറ്റജിയാണ് ചിലതിൽ. എന്നാൽ ചില യൂണിറ്റ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് 10ൽ 5 കിട്ടിയാലും മതി, നിങ്ങൾ റാങ്ക് മേക്കിംഗ് ഉള്ള കട്ട് ഓഫ് എത്തും. അങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ സാധാരണ കൺവെൻഷണൽ രീതി, ഇവിടെ ടീച്ചേഴ്സ് ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ടീച്ചേഴ്സ് ഇരിക്കുന്നതുകൊണ്ടും അതല്ലാതെ കുറെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താണ് ലൈൻ ബൈ ലൈൻ ഒരു യൂണിറ്റ് എടുക്കുക, അത് ലൈൻ ബൈ ലൈൻ തീർക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പഠിച്ചു വന്നത്. നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വന്നത്. അങ്ങനെ പഠിച്ചു വരണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നമ്മളും ആ ഒരു ഫോളോ അപ്പ് ആയിരിക്കും നടത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ സ്ട്രാറ്റജി വർക്ക് ആവില്ല. അത് ആദ്യമേ എടുത്തു കളയാം. ഞാൻ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഞാൻ സിലബസിലേക്ക് വരും, പക്ഷെ പ്ലാൻ എന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്, ഈ പ്ലാൻ എങ്ങനെയാണ് വർക്ക് ആകുന്നത്, നമ്മുടെ പ്ലാൻ എങ്ങനെയാണ് വർക്ക് ആകാൻ പോകുന്നത്. അതായത് നിങ്ങളടുത്ത് പറയുന്നു, ഈ ആർക്കൊക്കെ ഒരു ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണം, ചാറ്റ് ബോക്സ് ജെന്യൂൻ ആയിട്ട് തന്നെ പറയണം, നിങ്ങൾക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഇതിനകത്ത്, ഈ എക്സാമുമായി ബന്ധപ്പെട്ട് എന്താണ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഈ യൂണിറ്റ് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് യൂണിറ്റ് എടുത്തു, ഒന്നാമത്തെ യൂണിറ്റ് എടുത്തു വെച്ചു. ആ ഒന്നാമത്തെ യൂണിറ്റിൽ കുറെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ 10ാമത്തെ യൂണിറ്റിലും കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തെ യൂണിറ്റ് തൊട്ട് ലൈൻ ബൈ ലൈൻ നോട്ട് കിട്ടുന്നത് സാറ്റിസ്ഫൈഡ് ആണോ? ലൈൻ ബൈ ലൈൻ നോട്ട് കിട്ടുന്നു. ഒന്നാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റ്, നാലാമത്തെ യൂണിറ്റ് നോട്ട് കിട്ടുന്നു. എല്ലാ ഹെഡിങ്ങും വെച്ചിട്ടുള്ള നോട്ട് കിട്ടുന്നു. അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എസ്, അതല്ലെങ്കിൽ നോ. നോട്ട് കിട്ടുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ വരുന്നു, ആ മെറ്റീരിയൽ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു. ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച് പഠിക്കാൻ പാകത്തിൽ നിങ്ങൾ 1 to 10 അല്ലെങ്കിൽ 12 യൂണിറ്റ്സ് എടുത്ത് വെക്കുന്നു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പരിപാടിയാണ്. കുറെ ആൾക്കാർക്കെങ്കിലും ഈ കൺവെൻഷണൽ രീതിയോട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ ഇപ്പൊ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എക്സാമിന്റെ ഒരു 4 days മുമ്പ്, എക്സാം ഒരു 4 days കഴിഞ്ഞാൽ എക്സാം ആണെന്ന് വിചാരിക്കുക.
എക്സാമിന്റെ 4 days മുമ്പ് നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ 12 യൂണിറ്റിന്റെ ഇത്രയും നോട്ട്സ് ഇരിക്കുന്നു. നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യും? ഇത്രയും എല്ലാ നോട്ടും ഉണ്ട്. നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ എന്താണ്? ആദ്യ കാലങ്ങളിൽ എന്തായിരുന്നു? ആദ്യം ഈ നോട്ട് കിട്ടിയപ്പോൾ എന്തായിരുന്നു? ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇതുണ്ടല്ലോ, ഇവിടുന്ന് പഠിക്കാം, ഇങ്ങനെ പഠിച്ച് നമ്മളിങ്ങനെ മഗപ്പ് ചെയ്തെടുക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് പോയിന്റിൽ ലാസ്റ്റ് 4 ദിവസം ആകുമ്പോൾ ഇത്രയും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടാവും. ഈ ഇത്ര ഇരിക്കുന്ന 12 യൂണിറ്റിൽ വളരെ ബൾക്കായിട്ടുള്ള എന്നാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള നോട്ട്സ് കവർ ചെയ്ത് ഒരു റിവിഷൻ സ്ട്രാറ്റജി വർക്കാക്കി നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് പോയിട്ട് എക്സാം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സോ ആദ്യമേ ഞാൻ ക്ലാരിറ്റി തരുന്നു, ലൈൻ ബൈ ലൈൻ എന്നൊരു പരിപാടി ഇവിടെ ഇല്ല. ലൈൻ ബൈ ലൈൻ പഠിപ്പിക്കാറില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ പഠിക്കാൻ ഞാൻ യൂണിറ്റ് 1 തൊട്ട് യൂണിറ്റ് 12 വരെ പഠിപ്പിക്കാൻ നിന്നാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ യൂണിറ്റ് 1 ഗ്രാസ് റൂട്ട് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. ആ ഒരു യൂണിറ്റ് പറയുമ്പോൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡെമോക്രസി എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അതേ സാധനത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു സാധനമാണ് 73rd അമെന്റ്മെന്റ് ആക്ട്, 74th അമെന്റ്മെന്റ് ആക്ട്. 73rd അമെന്റ്മെന്റ് ആക്ട്, 74th അമെന്റ്മെന്റ്. എന്താണ് 73rd 74th ഒക്കെ? ഏത് ടോപ്പിക്കുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് കണ്ടന്റ് ആണ് അതിനകത്തുള്ളത്? 73rd ആൻഡ് 74th അമെന്റ്മെന്റ് എല്ലാവർക്കും അറിയേണ്ടതാണല്ലോ. 73rd ആൻഡ് 74th ഏത് കണ്ടന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73rd ആൻഡ് 74th അമെന്റ്മെന്റ് 73rd ആൻഡ് 74th അമെന്റ്മെന്റ് ഏത് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതേ സാധനമല്ലേ സലൈൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതല്ലെങ്കിൽ അതിന്റെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ്, കമ്മിറ്റീസ് ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്നത്? 10ാമത്തെ യൂണിറ്റിലും അത് കിടക്കയില്ലേ? 10ാമത്തെ യൂണിറ്റിലും കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കയില്ലേ? ഇവിടെ ഗ്രാസ് റൂട്ട് എന്ന് പറയുന്ന ഒരു ഇതിൽ തരുന്നു. ഞാനത് കാണിച്ചു തരാം. അതായത് ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? അതായത് 1ാമത്തെ യൂണിറ്റിൽ കിടക്കുന്ന അതേ സാധനത്തിന്റെ ഒരു പകർപ്പ് തന്നെയാണ് 10ാമത്തെ യൂണിറ്റിലും കിടക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 1ാമത്തെ യൂണിറ്റിൽ അതേ സെയിം കണ്ടന്റ് തന്നെയാണ് 10ാമത്തെ യൂണിറ്റിലും കിടക്കുന്നത്. ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 1ാമത്തെ യൂണിറ്റിനും 10ാമത്തെ യൂണിറ്റിന്റെയും അതേ ടോപ്പിക്കിന് വേറെ നോട്ട് വേണോ? അതേ ടോപ്പിക്കിന് വേറെ നോട്ട് വേണ്ട ആവശ്യമില്ല. അതിനാണ് ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ടോപ്പിക് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്താ പഠിപ്പിക്കുന്നത്. അതായത് ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയും, അല്ലെങ്കിൽ കോർ ഏരിയ എന്ന് പറയും. ഏതാണോ ചോദിക്കാൻ ഹൈ ചാൻസ് അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുക. അതാണ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഞാൻ ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓവർലാപ്പ് ചെയ്യുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഓവർലാപ്പിംഗ് ആണ്. എന്റെ മനസ്സിന് അത് പറഞ്ഞ് പഠിപ്പിക്കുക. ഇത് ഓവർലാപ്പിംഗ് ആണ്, പരിപാടി ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഇത് അവിടെ പഠിക്കുന്ന അതേ സാധനം തന്നെ ഇവിടെ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എന്റെ ആ നോട്ടുണ്ട് അത് ഞാൻ പഠിക്കും എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ആദ്യത്തെ 2 month കൊണ്ട് രണ്ട് അല്ലെങ്കിൽ 1.5 month ആണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 2 month വരെ പോവാം. 2 month കൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത സ്ട്രാറ്റജി വർക്കാകും. റിവിഷൻ. പഠിച്ചാലേ റിവിഷൻ ഉള്ളൂ. പഠിക്കാത്ത ഒരാൾക്ക് റിവിഷൻ വർക്കാവില്ല. ഈ 2 സ്ട്രാറ്റജിയിലാണ് നമ്മൾ പോകുന്നത്. ഒന്ന്, ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുക. വളരെ ടോപ്പിക്സ് എന്താണോ വേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ എന്ത് ചെയ്യും? കോർ സബ്ജക്ട് എന്ന് പറയുന്ന ഏരിയയിൽ പ്രത്യേകിച്ച് HSST ഇൻ ഡെപ്ത് പഠിപ്പിക്കാനുണ്ട്. ഇൻ ഡെപ്ത് പഠിപ്പിക്കാനുള്ള ചില ഏരിയാസ് ഉണ്ട്. എന്നാൽ ഞാൻ ചില ഏരിയാസിൽ പറയും, നിങ്ങൾ ഇത് വായിച്ചാൽ മതി, ഇത് ജസ്റ്റ് ഓക്കെ ഇത്ര മതി എന്ന് പറയും. അങ്ങനത്തെ ഏരിയാസും ഉണ്ട്. പക്ഷെ നെറ്റിനെ സംബന്ധിച്ച് എന്താണ്, കുറച്ച് നെറ്റ് എക്സാമിന് നിങ്ങളിപ്പോൾ നെറ്റ് എക്സാം ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വളരെ കുറച്ച് പഠിച്ചാൽ മതി. എല്ലാ ഏരിയയിലും വളരെ കുറച്ച് പഠിച്ചാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചില ഏരിയാസ് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും. ആ ഇൻഡെപ്ത് പരിപാടിയാണ് കോർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രയോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ചില ഏരിയാസ് ഉണ്ട്. അത് ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിക്കും. അങ്ങനെ തന്നെയാണ് കോഴ്സ് കൊണ്ടുപോകുന്നത്. പിന്നെ ഓവർലാപ്പിംഗ് പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകണം. ഓവർലാപ്പിംഗ് ആണിത്. ഓക്കെ, എനിക്ക് ആ നോട്ടും ഈ നോട്ടും അങ്ങനെ നിങ്ങൾ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെ കൊണ്ടുവരണം. പിന്നെ നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും. ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എടുക്കുന്ന രീതി ഇപ്പം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എടുക്കാം, നിങ്ങൾക്ക് എങ്ങനെ? ഞാൻ 1-2 ആൾക്കാർക്ക് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് നടത്തിയ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു ഈ ക്വസ്റ്റ്യൻ. എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ഈ PYQs എടുക്കുന്നത്? ഒന്ന് HSSTയുടെ മുൻകാല ചോദ്യങ്ങൾ. ഈ മുൻകാല ചോദ്യങ്ങൾ 2015 ചോദ്യം ഇപ്പൊ റെലവെന്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? 2015 PSC ചോദിച്ച HSSTയുടെ ചോദ്യം ഇപ്പൊ റെലവെന്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? ഇപ്പൊ റെലവെന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? HSST 2015 നടത്തിയ അല്ലെങ്കിൽ 2018 നടത്തിയ ഒരു ക്വസ്റ്റ്യൻ അത് ഇപ്പൊ റെലവെന്റ് ആകാൻ ചാൻസ് എത്രത്തോളം ഉണ്ടാവും? വളരെ കുറവാണ്. അതിന് പറയാൻ കാര്യം, അന്ന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഈ ബുക്ക് എഴുതിയത് ആരാണ്, അതല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണ് എന്നുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നിങ്ങൾ ലേറ്റസ്റ്റ് 2023 നോക്കിയാൽ
നല്ല ഒരു 10-15 ക്വസ്റ്റ്യൻസ് നല്ല ഇൻഡെപ്ത് ആണ്. അതായത് നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞാൽ മാത്രമേ എഴുതൂ. അവിടെയാണ് റാങ്ക് മേക്കിംഗ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കട്ട് ഓഫ് ആണെങ്കിൽ ഒരു മിനിമം പഠിത്തം അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ ഇതാണെങ്കിൽ നമ്മുടെ റാങ്ക് മേക്കിംഗ്, അതായത് ഒരു ജോലി എന്ന് പറയുന്ന അത്രയധികം സാധ്യത വേണമെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് ഈ 2 മന്ത്, ആദ്യത്തെ 2 മന്ത് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ, അല്ലെങ്കിൽ ആദ്യത്തെ 2 മന്ത് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്ത് ഓവർലാപ്പ് ചെയ്തുള്ള കണ്ടന്റ്സ് പഠിച്ച് അത് വെക്കണം. കണ്ടന്റ് പഠിച്ച് വെക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ സ്ട്രാറ്റജി പറയും. ഇങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അത് റിവിഷനും കൂടെ കൊണ്ടുപോകുക. റിവിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. നിങ്ങൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി ദിവസം ഒരു 14 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞാൽ റിവിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. സോ റിവിഷന് വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി നിങ്ങൾ നന്നായിട്ട് പങ്കെടുക്കുക എന്നുള്ളത്. ലാസ്റ്റ് മൊമെന്റ്സിൽ വേറെയാണ് റിവിഷൻ സ്ട്രാറ്റജി. നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ വേണ്ടി ഓരോ വീക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ്, സെക്ഷൻ ലിസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലാതെ കുറച്ച് വേറെ ഇതുണ്ട്. പക്ഷെ 2 മന്ത് കഴിഞ്ഞാൽ, ആദ്യത്തെ 2 മാസം കഴിയുമ്പോൾ നിങ്ങളെ ഒരു ഡിസ്കഷൻ ഫോമിലേക്ക് കൊണ്ടുപോകും. റിവിഷനൊക്കെ ഡിസ്കഷൻസ്, അതുപോലെ ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ ചില ടോപ്പിക്സ് മാത്രം ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾ എല്ലാവരും പറയേണ്ടി വരും. നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കോഡ് ഇട്ടായിരിക്കും പഠിക്കുന്നത്, ചില ഫാക്ട് ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഇതിനൊക്കെ വേറൊരു ഏരിയ തന്നെ കാണാം. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി, ഓവർലാപ്പിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ റിവിഷൻ പ്ലാൻ. ഈ 3 എണ്ണം നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ്. ഓക്കെ, സോ ഒരു മിനിമം നിങ്ങൾക്ക് ഈ നമ്മുടെ പ്ലാൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഇനി ഞാൻ സിലബസിലേക്ക് പോകും. എന്താണ് സിലബസ്? സിലബസിലെല്ലാം ഞാൻ പറയുന്നില്ല. സിലബസിൽ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഏരിയാസ് പറയാം. സിലബസിനെ സംബന്ധിച്ച് സിലബസ് വളരെ വാസ്റ്റ് ആണെന്ന് തന്നെയാണല്ലോ എല്ലാവരും അഭിപ്രായം. വളരെ വാസ്റ്റ് ആണെന്ന് തന്നെയാണല്ലോ. അതിന് വല്ല മാറ്റം ഉണ്ടോ? സിലബസ് വളരെ വാസ്റ്റ് ആണ് എന്നുള്ള അഭിപ്രായം തന്നെ അല്ലേ? അതിന് മാറ്റം ഉണ്ടോ? എല്ലാം വളരെ വാസ്റ്റ് ആണെന്ന് തന്നെയാണല്ലോ. ഓക്കെ, സോ വാസ്റ്റ്നെസ് കുറയ്ക്കാൻ പറ്റും. അതായത് ആദ്യമേ നിങ്ങൾ തന്നെ വിചാരിച്ചു വെക്കരുത് ഭയങ്കര പാടാണ്, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് എന്നുള്ളത്. അത് അങ്ങനെ കരുതിയാൽ കുറെ ടോപ്പിക്സ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പഞ്ചായത്ത്, ഗ്രാസ് റൂട്ട് ഡെമോക്രസി, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കമ്പൈൻ ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞ കണക്ക് തോന്നും. അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ടോപ്പിക്സ് കാണിച്ചു തരാം. എല്ലാം ഞാൻ പറയുന്നില്ല, കുറച്ച് ടോപ്പിക്സ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് മൊഡ്യൂൾ ഫസ്റ്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ്. ഇതേ സാധനം തന്നെയാണ് നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് നോക്കുക. ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെയാണ് നിങ്ങൾക്ക് ഓവർലാപ്പ് ചെയ്ത് യൂണിറ്റ് 10ലും വരാൻ പോകുന്നത്. യൂണിറ്റ് 10ലും പല കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയാസും വരാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ കോൺസ്റ്റന്റ് അസംബ്ലി, ഐഡിയോളജി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, DPSP, ആർട്ടിക്കിൾ 370 ഒക്കെ ഇനി ചോദിക്കാനുള്ള ചാൻസ് ആണ് പ്രശ്നം. അതായത് ഈ ആരെങ്കിലും ഈ സിലബസ് ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എവിടെന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ചാറ്റ് ബോക്സിൽ എന്ന് പറയാം. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ സിലബസ് ഇനി ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ? സിലബസിന് ഒരു ചെറിയ ചേഞ്ച് വരാമെന്നുള്ളത് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ PSCയിൽ വേറെ ചേഞ്ച് വന്നിട്ടില്ലല്ലോ. PSCക്ക് അകത്ത് ഫോം ഇല്ലല്ലോ. PSCക്ക് അകത്ത് PDF വന്നിട്ടില്ലല്ലോ, ഡോക്യുമെന്റ് ആയിട്ട് വന്നിട്ടില്ലല്ലോ. PSCക്ക് അകത്ത് വന്നിട്ടില്ലല്ലോ. സോ ചെറിയ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. വളരെ ചെറിയ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ചില ടോപ്പിക്സ് ഒഴിവാക്കിയിട്ട് ചില ടോപ്പിക്സ് ഇന്നാക്കാൻ ചാൻസ് ഉണ്ട്. അത് വരുന്നെങ്കിൽ മാത്രം അങ്ങനെ. അതല്ലെങ്കിൽ ബേസിക്കലി ഇതൊക്കെ തന്നെയായിരിക്കും. ബേസിക്കലി ഈ ഒരു സംഭവം തന്നെയായിരിക്കും. ബേസിക്കലി ഇങ്ങനെ ഒരു സംഭവം തന്നെ ആയിരിക്കും. ഈ ഒരു കണ്ടന്റ് ഒക്കെ തന്നെയായിരിക്കും പഠിക്കേണ്ട. അപ്പോൾ എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട എന്നുള്ള ക്ലാരിറ്റിയാണ് ഈ സിലബസ് ഞാൻ തരാൻ പോകുന്നത്. എന്ത് പഠിക്കണം, പഠിക്കേണ്ട എന്നുള്ള ക്ലാരിറ്റിയാണ് തരാൻ പോകുന്നത്. ഓക്കെ, എന്ത് പഠിക്കണം, പഠിക്കേണ്ട എന്നൊരു ക്ലാരിറ്റിയാണ് തരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. സോ 73rd അമെന്റ്മെന്റ് ആക്ട്, 74th അമെന്റ്മെന്റ് ആക്ട്, ഇതെല്ലാം എവിടെയുണ്ട്? 73rd, 74th, നീതി ആയോഗ്, GST. സോ ഇത് മൊഡ്യൂൾ ഫസ്റ്റ് ആണ്. മൊഡ്യൂൾ ഫസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ ഫസ്റ്റ് എന്നോ അല്ലെങ്കിൽ യൂണിറ്റ് എന്നോ എന്ത് വേണം വിളിക്കാം. അതിൽ തന്നെ കുറെ വാസ്റ്റ്നെസ്സിൽ കാണിച്ചിട്ടുണ്ട് അവർ. ഇത് നേരെ നമ്മൾ ലാസ്റ്റ് ജനറൽ പേപ്പറിലേക്ക് പോയാൽ ഇതേ സാധനം തന്നെയല്ലേ നമ്മൾ ഇവിടെയും കാണുന്നത്.
ഈ ഒരു ഏരിയാസിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. സലൈൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, സലൈൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ തന്നെയല്ലേ കാണുന്നത്? നോക്കൂ, സലൈൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, DPSP ഓവർലാപ്പിംഗ് ആണോ? ഇത് ഒന്നാമത്തെ യൂണിറ്റ് കിട്ടിയില്ലേ? DPSP ഒന്നാമത്തെ യൂണിറ്റ് കിട്ടിയോ? നിങ്ങൾ കണ്ടിരുന്നോ ഒന്നാമത്തെ യൂണിറ്റില്? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയും കണ്ടിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. DPSP നിങ്ങൾ കണ്ടിരുന്നോ? ഒന്നാമത്തെ യൂണിറ്റിൽ കണ്ടിരുന്നോ? ഒന്നാമത്തെ യൂണിറ്റിൽ കണ്ടിരുന്നോ? സോ ഇങ്ങനെ നമുക്ക് വളരെ വളരെ ഒരുപാട് കാര്യങ്ങൾ ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതിനെ ഞാൻ തിരിക്കാൻ പോകുന്നത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കിയിട്ടും, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ നമ്മൾ ഒറ്റ ഇതാക്കി മാറ്റുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ലെവലിലേക്ക് മാറുന്നു. ആരെങ്കിലും ഏതെങ്കിലും ഗൈഡ് എടുത്ത് വെച്ചിട്ടുണ്ടോ പഠിക്കാൻ? നിലവിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും വലിയ ഗൈഡുകളുണ്ടോ? ആ ഗൈഡിന്റെ പേര് പറയാമെങ്കിൽ അത്രയും നല്ലത്. ഗൈഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതാണ് ഞാൻ ഫോളോ ചെയ്യാം. എന്റെ ഏറ്റവും പ്രൈമറി റെഫറൻസ് ബുക്കായിട്ട് വെക്കാൻ പോകുന്നത് ഒരു ഗൈഡാണ് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? പെട്ടെന്ന് പറയണേ. ഇന്ത്യൻ പൊളിറ്റി ഒരു ഗൈഡായിട്ട് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് ഗൈഡ് എന്ന് ഞാൻ പറയുന്നില്ല. ഇത് നമ്മുടെ പ്രൈം റെഫറൻസ് ബുക്ക് ലക്ഷ്മികാന്ത് ആയിരിക്കും. അതായത് വേറെ ഏതെങ്കിലും ബുക്കോ റെഫറൻസ് ബുക്കോ ഗൈഡുകളോ എന്തെങ്കിലും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഗൈഡ് വെച്ച് പഠിക്കാം എന്നുള്ളത്? ഒരു ഗൈഡ് വെച്ച് അങ്ങനെയാണ് സ്ട്രാറ്റജി എങ്കിൽ അങ്ങനെ പറയാം. നിങ്ങൾ പറയാം അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഉണ്ടോ? ആരുടെ കയ്യിലും ഗൈഡൊന്നുമില്ല? ഗൈഡ് ഉണ്ടാവേണ്ടതാണല്ലോ, എന്തെങ്കിലും ഗൈഡ് ഉണ്ടാവേണ്ടതാണല്ലോ. സോ ഞാൻ ഒരേ ഒരു ഇതേ പറയുന്നുള്ളൂ, ഒരേ ഒരു റെഫറൻസ് ബുക്കേ പറയുന്നുള്ളൂ. അത് എല്ലാവരിലും വേണം. എല്ലാവർക്കും ഈ ഒരു ബുക്ക് വേണം. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് വേണം. ഈ ഒരൊറ്റ ബുക്ക് മാത്രം മതി റെഫറൻസ് ബുക്കായിട്ട്. വേറെ ഒരു ബുക്കോ വേറെ കാര്യങ്ങളോ നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ വായിക്കേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ വായിക്കണമെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ എക്സ്ക്ലൂസീവ് ആയിട്ട് വായിക്കണ്ട. എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ ഈ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾ എത്ര തവണ വായിച്ചാലും നിങ്ങൾക്ക് ഉപയോഗമുണ്ട്. അതിന്റെ അനുസരിച്ച് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് അത് നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യമാണ്. പക്ഷെ മറ്റേ ബുക്കുകൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പറ്റിയതല്ല. ഗൈഡ് മൊത്തം റെഫർ ചെയ്യാൻ പാടാണ്. അതൊക്കെ ഭയങ്കര റോങ് സ്ട്രാറ്റജിയാണ്. നിങ്ങളൊരു ഗൈഡ് എടുത്തു, ഇപ്പൊ ഇതേപോലെ ഇന്ത്യൻ പൊളിറ്റി തന്നെ എത്ര ഉണ്ടെന്ന് അറിയാലോ. അതുപോലെ ഒരു ഗൈഡ് എടുത്ത് വെച്ചു. ആ ഗൈഡ് എടുത്ത് വെച്ചിട്ട് എത്ര നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു എക്സാമിൽ റീകോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് വളരെ മിനിമൽ നോട്ട്സിൽ ഡിപ്പെൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അത് മാത്രമേ ചെയ്യാവൂ. മിനിമം നോട്ട്സിൽ ഡിപ്പെൻഡ് ചെയ്യുക, വളരെ മിനിമൽ ആയിട്ടുള്ള നോട്ട്സിൽ ഡിപ്പെൻഡ് ചെയ്യുക, മാക്സിമം ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ഈ ഒരു ലൂപ്പ് ഹോള് ഇതിൽ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മുടെ സിലബസ് ഇത്ര വാസ്റ്റ് അല്ല. ആക്ച്വലി നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് പഠിക്കുമ്പോൾ 10ാമത്തെ യൂണിറ്റും കഴിഞ്ഞു. 1ഉം 10ഉം നമുക്ക് ഒരുമിച്ച് കഴിയും. 1ഉം 10ഉം നമുക്ക് ഈസി ആയിട്ട് കഴിയും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇതിന്റെ ഓർമ്മ നിലനിൽക്കലാണ്. ഈ ഒരു ഏരിയക്ക് നിങ്ങൾക്ക് ഓർമ്മിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പാടായിരിക്കും. അതായത് മെമ്മറി പവർ വേണ്ട ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കുറച്ചധികം മെമ്മറി പവർ വേണം. PSC സംബന്ധിച്ച് മെമ്മറി പവർ വളരെ കൂടുതൽ വേണ്ട ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്. തിയറി എന്ന് പറയുന്ന പാർട്ടിലേക്ക് ഇനി പോകാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഐഡിയ കിട്ടിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. വളരെ കമ്പൈൻ ചെയ്തായിരിക്കും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പൈൻ ചെയ്താണ് പഠിക്കാൻ പോകുന്നത്. ഇനി നേരെ നമ്മൾ തിയറി പാർട്ടിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. ഞാൻ കുറെ തിയറീസ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 തിയറി പാർട്ടിൽ ക്ലാരിഫിക്കേഷൻ വേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. തിയറി പാർട്ടിൽ ക്ലാരിഫിക്കേഷൻ വേണ്ട കുറച്ച് ഏരിയാസ് ആണ്. ഈ നിങ്ങൾക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ചാറ്റ് ബോക്സിൽ പറയണേ. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എത്രത്തോളം നിങ്ങൾക്ക് തിയറി അറിയാം. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. PYQസിന്റെ ക്വസ്റ്റ്യൻസിൽ 1-2 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ തിയറിയിൽ എത്ര കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ? തിയറിയിൽ കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ? ഭയങ്കര ലെസ് ആണ്. ഓക്കെ ഫൈൻ. അടുത്ത പെട്ടെന്ന് വരട്ടെ. നിങ്ങളുടെ ഇതൊരു വേറെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടിരുന്നാൽ, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് സമയത്ത് പറഞ്ഞു നല്ല ആളുടെ ഇന്ററാക്റ്റീവ് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് ഉപകാരം ഉണ്ടാവാൻ പോവുക. വളരെ ഇന്ററാക്ട് ഏത് ക്ലാസ്സിലായാലും, ഇപ്പം നമ്മളിപ്പം ജനറൽ ക്ലാസ്സുകൾ എടുത്താലും ഏത് ക്ലാസ്സിലായാലും
വളരെ ഇന്ററാക്ഷൻ ആണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക. അല്ലാതെ പമ്മി ഇരുന്നാൽ നിങ്ങൾ ഈ റാങ്ക് മേക്കിങ്ങിന്റെ പ്രോസസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും. വളരെ സൈലന്റ് ആയിട്ട് സക്സസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾ ഒരു ഇതും ചെയ്യാതെ ഒരു മെറ്റീരിയൽ കിട്ടി ആ മെറ്റീരിയൽ വെച്ച് പഠിച്ച് നിങ്ങൾക്ക് പാസ്സാകാം എന്ന് വിചാരിക്കുന്നത് അത്ര നല്ല സ്ട്രാറ്റജി ആയിരിക്കില്ല. നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മളെ ഡിസ്കഷൻ ഫോറംസിലൊക്കെ പങ്കെടുക്കുകയോ അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുക, അങ്ങനെ ഇന്ററാക്ഷൻ സെക്ഷനിൽ മാത്രമേ ഇത് വർക്കാവും. അങ്ങനെയാണ് ഇത് വർക്കാവും. അതല്ലാതെ ഒരിക്കലും നിങ്ങൾക്കൊരു ഇത്രയും സിലബസ് കവർ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വെരി ലെസ് എന്നുള്ളത്. ഓക്കെ, ഫൈൻ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നും എടുത്തു നോക്കുക. ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അറിയാവുന്നവർക്ക് പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമർ ഓഫ് പൊളിറ്റിക്സ് എഴുതിയ ബുക്ക് എഴുതിയ ആരാണ്? ഇത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ അല്ല ആക്ച്വലി, പോട്ടെ. ബുക്സ് എഴുതിയ ആരാണ്? എന്തെങ്കിലും അറിയാമോ ആർക്കെങ്കിലും? ഗ്രാമർ ഓഫ് പൊളിറ്റിക്സ് ബുക്ക് എഴുതിയ ആരെന്ന് അറിയാമോ? ചാറ്റ് ബോക്സിൽ. ലാസ്കി എന്ന് പറയുന്നത്. ഇത് ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യനാ, ഭയങ്കരമായ പാടുള്ള ക്വസ്റ്റ്യനാ. ഭയങ്കര പാടാണോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ? ഭയങ്കര പാടാണോ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. ഏതൊരാൾ ചോദിച്ചാലും പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2026 HSSTക്ക് ഇതേ ചോദ്യം ആവർത്തിച്ചു എന്ന് വിചാരിക്കുക. ഇതേ ചോദ്യം ആവർത്തിച്ചു. ഈ HSST എഴുതുന്ന 95% പേരും ഈ ആൻസർ ശരിയാക്കൂലേ? HSST എഴുതുന്ന, പ്രത്യേകിച്ച് HST എന്ന് പറയുമ്പോൾ എന്തായാലും പഠിച്ചിട്ട് ആൾക്കാർ വരും, കാരണം ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവരും എഴുതൂലേ. സോ ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളെ റാങ്ക് തീരുമാനിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. 2023 ചോദ്യമാണ്. 2023 HSSTയുടെ സ്പെഷ്യൽ ഒരു എക്സാം നടന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും? നിങ്ങളെ റാങ്ക് തീരുമാനിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും? ഒരിക്കലുമല്ല. അതുകൊണ്ട് നിങ്ങൾ PYQs എടുത്ത് നോക്കുമ്പം നിങ്ങൾ ആശ്വാസപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇതെനിക്കറിയാം, ഗ്രാമർ ഓഫ് പൊളിറ്റിക്സ് എനിക്കറിയാം, റൂസോയെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയാം. ഇതിലല്ല ഗെയിം ഇരിക്കുന്നത്, ഇതിലല്ല. ഇതെല്ലാവരും ശരിയാക്കി പറ്റും. നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നല്ല സ്ട്രാറ്റജി നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു സാധാരണ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാവുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 1 മാർക്ക് നേടിത്തരുന്ന വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കാണാം. ഇത് എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ, വളരെ ഈസി കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴേ മാറ്റിക്കോണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണും എനിക്കറിയാമെങ്കിൽ 95% പേര് ഇത് ശരിയാക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എനിക്ക് പെട്ടെന്ന് തന്നെ ചിന്തിക്കാതെ തന്നെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ അനാലൈസ് ചെയ്ത് നിൽക്കരുത്. പ്രത്യേകിച്ച് 2023 2018 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ നിൽക്കരുത്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് വരും, ഇതേപോലെ ബുക്സ് ഒക്കെ വരുമായിരിക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിന്റെ ഒരു പാറ്റേൺ വ്യത്യാസം, അതല്ലെങ്കിൽ അങ്ങനെ പാറ്റേൺ വ്യത്യാസം വരാനുള്ള ഒരു ഏരിയ കാണിക്കാം. ഇതിപ്പോ ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കാണിച്ചതേ ഉള്ളൂ. വേറൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഓക്കെ, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയാം. 60 എന്ന് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയാം. 60 എന്ന് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ 60 എന്ന് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ വെരി ഈസി കാറ്റഗറിയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ കുറച്ച് വേറൊരു മോഡലാണ് ചോദിച്ചിരിക്കുന്നത്. 60 ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയാം. ആർക്കെങ്കിലും പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ? പെട്ടെന്ന് ഓർമ്മ അല്ലെങ്കിൽ ആൻസർ കിട്ടുമായിരിക്കും, ചില ആൾക്കാർക്ക് കിട്ടുമായിരിക്കും. പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ആൻസർ ആണോ? പെട്ടെന്ന് റിവൈസ് ചെയ്യാതെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ആൻസർ ആണോ? പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ഒരു ആൻസർ അല്ല. അതായത് റിവൈസ് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. ഇത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല, ഒരു പാടുമില്ല. ഇപ്പൊ നെറ്റ് എഴുതിയ ആൾക്കാർ പറയേണ്ടതാണ്. ഇപ്പൊ നെറ്റ് എഴുതിയിട്ടുള്ള ആൾക്കാർ ആൻസർ പറയേണ്ടതാണ്. പക്ഷെ ഇത് HSSTക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. HSSTക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ ഇതിന്റെ ആൻസർ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. സോൾട്ട് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ആംസ് ട്രീറ്റീസ് ഉണ്ട്. പക്ഷെ ഞാനിവിടെ പറയാൻ വന്നത് ക്രോണോളജിക്കൽ ഓർഡർ. ഇത് നെറ്റിന്റെ ഒരു ഭാഗമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ അത് HSSTക്കും വരാം. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസിൽ, പ്രത്യേകിച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഉള്ള പല എക്സാംസിലും, സെൻട്രൽ എക്സാംസിലും സ്റ്റേറ്റ് എക്സാംസിലൊക്കെ ഇത് ആവർത്തിക്കുന്നുണ്ട്. സോ ഈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഒരു ഫാക്ട് പഠിച്ചാൽ പോരാ, LTBT മാത്രം പഠിച്ചാൽ പോരാ, NPT പഠിച്ചാൽ പോരാ.
കൺവെൻഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? LTBT എന്തൊക്കെയാണ് എന്നുള്ള വലിയ കാര്യങ്ങളായിരിക്കും പഠിച്ചു വെക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. LTBTയിൽ ഇന്നുള്ള ആംസ് ട്രീറ്റിയാണ് നടന്നിട്ടുള്ളത്, ഇന്ന കാര്യങ്ങൾ അലൗഡ് ആണ്, ഇന്ന കാര്യങ്ങൾ പ്രൊഹിബിറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കുമായിരിക്കും. ഇത് പഠിക്കുമ്പോൾ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് LTBT എന്താണ്, അല്ലെങ്കിൽ LTBTയുടെ വർഷം ഏതാണ്, NPTയുടെ വർഷം ഏതാണ്, സോൾട്ടിന്റെ വർഷം എന്താണ്, സ്റ്റാർട്ടിന്റെ ന്യൂ സ്റ്റാർട്ട്, അങ്ങനെ വർഷം ഏതാണെന്ന് മാത്രം ചോദിച്ചാലോ? സോ അതും ഇതിലൊരു പ്രോബ്ലം ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന ഡെപ്തിലായിരിക്കില്ല ക്വസ്റ്റ്യൻ വരുന്നത് ചില ഏരിയാസിൽ. സോ ഇത് രണ്ടും അഡ്രസ് ചെയ്യണം. അതായത് ഒരു ബാലൻസ്ഡ് സ്ട്രാറ്റജി ആയിരിക്കണം. നിങ്ങൾ PYQs അനാലിസിസ് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് അനാലിസിസ് ചെയ്യാവും. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ലാസ്റ്റ് കീയുടെ ആൻസർ കിട്ടി. ലാസ്റ്റ് കീയുടെ ആൻസർ കിട്ടിയപ്പം ഓൾമോസ്റ്റ് ആശ്വാസം. ഓക്കെ, ഇത് എനിക്ക് കിട്ടും. കാരണം ഇങ്ങനെയാണെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റൂസോയുടെ ബുക്ക് ചോദിക്കുന്നു, ഗ്രാംഷിയുടെ ബുക്ക് ചോദിക്കുന്നു, എനിക്ക് കിട്ടും. അത് ആശ്വാസത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെല്ലാവരും ശരിയാക്കും. 40 ക്വസ്റ്റ്യൻ, 40 ക്വസ്റ്റ്യനോളം മിനിമം എല്ലാവരും ശരിയാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ മൈനസ് ഉണ്ട്. സോ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ബാലൻസ്ഡ് ആകാൻ. അതായത് എളുപ്പമാണെന്ന് ഒരു ക്വസ്റ്റ്യനെ വിചാരിക്കേണ്ട. ലാസ്റ്റ് ഇയറുടെ ക്വസ്റ്റ്യൻ എളുപ്പമാണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാം എളുപ്പമാണ്, എക്സാമും ആ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സോ ഒരിക്കലും ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് അല്ലാതെ നിങ്ങൾ നടത്താൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ അത് റോങ് അനാലിസിസ് ആവും. അപ്പൊ നിങ്ങൾ ഈസി ആണെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു സംഭവം സംഭവിക്കരുത് എന്നുള്ളതാണ്. ഇനി ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് കാണിക്കാം. അതിനു മുമ്പ് സിലബസിലേക്ക് തിരിച്ചു പോട്ടെ. സിലബസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഓക്കെ, തിയറീസ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. തിയറീസ് ഒന്ന് നോക്കാം. തിയറീസിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ തിയറീസ് ഉണ്ട്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ തിയറി ഉണ്ട്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഒരുപാട് തിയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഇവിടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, ഇതിൽ നിങ്ങൾ PGയിൽ പഠിച്ചിട്ടുള്ള ഏതൊക്കെ ഏരിയ ഉണ്ട്? UN പഠിച്ചിട്ടില്ലേ? PGയിൽ പഠിച്ചിട്ടില്ലേ? UN പഠിച്ചിട്ടില്ലേ? UN പഠിച്ചിട്ടുണ്ട്. പോസ്റ്റ് കോൾഡ് വാർ എറ പഠിച്ചിട്ടില്ലേ? പോസ്റ്റ് കോൾഡ് വാർ എറ പഠിച്ചിട്ടുണ്ട്. ഫോറിൻ പോളിസി പഠിച്ചിട്ടുണ്ട്. റോൾ ഓഫ് ഐഡിയോളജി പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ പോളിസി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന മേജർ ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് PGയിൽ പഠിച്ചത് ഒരു essay ആയിട്ടായിരിക്കും. ആ ലെവലിലായിരിക്കും ഇവിടെ ചോദിക്കാൻ പോവുക. ഫോറിൻ പോളിസിയുടെ ഡിറ്റർമിനൻസ് നിങ്ങളുടെ ആ ഒരു essay നോട്ട് പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ പോവുക ഈ ഏരിയയിൽ നിന്ന്. പക്ഷെ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് മീനിങ്, ഇമ്പോർട്ടൻസ്, കളക്റ്റീവ് സെക്യൂരിറ്റി കുറച്ച് ഇലാബറേറ്റഡ്. സോ ഇതിൽ നിന്ന് വളരെ ലെസ് ഈ ഇങ്ങനത്തെ ഏരിയാസ് ഉണ്ട്. ഈ കോൾഡ് വാർ ഒക്കെ ചോദിക്കും. ഞാൻ പറയുന്ന ഈ മീനിങ്, ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് ഫങ്ഷൻസ്, ഡിപ്ലോമസി, ഡിറ്റർമിനൻസ്, ഈ ഏരിയാസ് എന്നൊക്കെ വളരെ ലെസ് ക്വസ്റ്റിനെ ഉണ്ടാവും. പക്ഷേ കോൾഡ് വാർ കണ്ടോ, ഹൈ ചാൻസ് ഭയങ്കര ചോദ്യം ഉണ്ടാവും. ഡിപ്പെൻഡൻസി തിയറി ഉണ്ടോ, ഇന്റഗ്രേഷൻ തിയറി, അങ്ങനെ ഗെയിം തിയറീസ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ തിയറീസ് ഉണ്ട്. സോ ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഈ ടോപ്പിക്സിൽ ഇൻഡെപ്ത് പഠിക്കേണ്ടി വരും. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾ ലൈൻ ബൈ ലൈൻ എടുക്കുകയാണ്. മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന ഒരു 2 പേജ് എടുക്കാം, പഠിക്കാം. സ്കോപ്പ് പഠിച്ചു, സിഗ്നിഫിക്കൻസ് പഠിച്ചു, ചോദിക്കില്ല. കൺസെപ്റ്റ് ഓഫ് പവർ നിങ്ങളുടെ 4 ഓപ്ഷൻ തന്നിട്ട് ചോദിക്കോ ഇതിന്റെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെയും സിഗ്നിഫിക്കൻസ് ഏതാണെന്ന് ചോദിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. അത് ആ സമയം കോൾഡ് വാറിന്റെ നല്ലൊരു ഫാക്ട് എടുത്തിട്ട് ക്രോണോളജി തരാനായിരിക്കും ചാൻസ് കൂടുതൽ. നിങ്ങൾ ഇങ്ങനെയാണ് അനാലിസിസ് ചെയ്യേണ്ടത്. അതായത് വളരെ ഈസി അനാലിസിസിലേക്ക് പോകരുത്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, എല്ലാവരും ചെയ്യാൻ പോകുന്നത് മോഡ്യൂള് 6 തിയറീസ് ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എടുക്കുന്നു. മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എനിക്ക് ഇഗ്നോന്റെ ഒരു നോട്ട് കിട്ടി, ഓക്കെ, ഞാനത് പഠിച്ചു, ഫൈൻ. കൺസെപ്റ്റ് ഓഫ് പവർ, നാഷണൽ പവർ, നാഷണൽ ഇൻട്രസ്റ്റ്, നോട്ട് കിട്ടി, പഠിച്ചു. പക്ഷെ അതേസമയം ഇവിടെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്, കളക്റ്റീവ് സെക്യൂരിറ്റി, ഇതിന്റെ നോട്ട്, ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കുറവാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. ചോദിക്കാമായിരിക്കാം, പക്ഷെ ഭയങ്കര ചാൻസ് കുറവാണ്. എന്നാൽ ഇവിടെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട കോൾഡ് വാർ ആണ്. അതുപോലെ ഇന്റർനാഷണൽ ട്രീറ്റീസ്, ഐഡിയലിസം, റിയലിസം, ഇതേപോലുള്ള തിയറീസ്, ഇതിന്റെയൊക്കെ ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻസ് വരാം. അതായത് റിയലിസത്തിന്റെയും ഐഡിയലിസത്തിനെയും വേർതിരിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ് കൂടുതൽ ഈ അക്കാദമിക്കൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട്. സോ ഇതിന്റെ ഐഡിയ ആണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഞാൻ തിരുത്തി തരികയാണ് ഇവിടെ. ലൈൻ ബൈ ലൈൻ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അപ്പോഴേ മൈൻഡ് മാറ്റിക്കോളൂ. അങ്ങനെ അല്ല, പരിപാടി അത് നടക്കൂല. അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റും ആക്കത്തില്ല. കംപ്ലീറ്റ് ആക്കി, ഇനി കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഇത്ര പൊക്കത്തിലൊരു നോട്ടും കാണും. എല്ലാത്തിന്റെയും ഇത്ര പൊക്കത്തിലുള്ള നോട്ട് ഇങ്ങനെ അടിങ്ങിയിരിക്കും. ലാസ്റ്റ് 4-5 ദിവസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു റഷ് മൈൻഡ് സെറ്റ് ആകും. ഒന്നും റിവൈസ് നടക്കാത്ത ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് എക്സാം മാനേജ്മെന്റ് പാളിപ്പോകും.
സോ ഇത് വരാതിരിക്കാനാണ് പറയുന്നത്. ഞാൻ എല്ലാ സിലബസും അല്ല എല്ലാ യൂണിറ്റും പറയാനുള്ള ഒരു സമയക്കുറവുണ്ട്, ഞാൻ അത്രയും പറയുന്നില്ല. എന്നാൽ ഈ പറയണമെന്ന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ് പറഞ്ഞതെന്ന് ആലോചിക്കുക. ഓക്കെ, നേരെ എടുക്കുക. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു സാധനം നിങ്ങളുടെ മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള തിരുത്തുന്നതാണ്. നേരെ കണ്ടംപററി ഇഷ്യൂസ് നോക്ക്. ഇതും ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അല്ലേ? കണ്ടംപററി ഇഷ്യൂസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ്, ഇത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണോ? കണ്ടംപററി ഇഷ്യൂസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ്, കണ്ടംപററി ഇഷ്യൂസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണോ? ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണോ? പെട്ടെന്ന് പറയണേ. നമുക്ക് ഡൗട്ട്സിന്റെ സെഷനൊക്കെ വെക്കാനുള്ളതാണ്. പിന്നെ ഫീസിന്റെ കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഞാൻ കൂടുതൽ ഇത് ഞങ്ങൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ സ്ട്രാറ്റജീസ് ഇതിനകത്ത് റിവീൽ ആക്കുന്ന ഉദ്ദേശമില്ല. ഞാൻ ഇതിന്റെ ഒരു അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്. പിന്നെ എന്തിനാണ് 2 യൂണിറ്റ്? സോ 1 യൂണിറ്റ്, അതും ഇതും 1 യൂണിറ്റ്. എങ്ങനെ? അവിടെയും നിങ്ങൾ തരംതിരിക്കാൻ പറ്റും. യൂണിപോളാറിസം, ഈ സമയത്ത് യൂണിപോളാറിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ ലെസ് ആണ്. യൂണിപോളാറിസം ഇപ്പൊ മൾട്ടിപോളാറിസം ആണ്. ഇപ്പൊ ചിലപ്പം സിലബസ് റിവൈസ് ചെയ്യാം. മൾട്ടിപോളാറിസം ആണ് ഇപ്പം ഉള്ളത്. മൾട്ടിപോളാറിസം ഇപ്പൊ, പക്ഷേ ഇവിടെ യൂണിപോളാറിസം എന്ന് പറയുമ്പോൾ ഒരു പ്ലെയർ ഉണ്ട് ഇവിടെ, യു എസ് എ നമ്മുടെ സിലബസിൽ തന്നെ ഭയങ്കര റയർ ആണ് യു എസ് എയുടെ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ യു എസ് എ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. യു എസ് എയുടെ സെനറ്റ്, ഫ്രാൻസിന്റെ സെനറ്റ്, അതല്ലെങ്കിൽ ഫ്രാൻസിന്റെ അസംബ്ലീസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ സിലബസിൽ മെൻഷൻ ചെയ്യാതെ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റ ഇതിൽ പറയുന്നത് മേജർ ട്രെൻഡ്സ് ഇൻ ഫോറിൻ പോളിസീസ് ഓഫ് യു എസ് എ, റഷ്യ, ചൈന, ജപ്പാൻ, ഇന്ത്യ. നിങ്ങൾ എവിടെ നിന്ന് നോട്ട് എടുക്കും? എന്താ ഈ ട്രെൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയ ആണ്. പക്ഷേ ഇവിടെ നിന്നായിരിക്കും ഈ ഏരിയ ഹൈ ചോയ്സ് ഇത് വരാൻ പോകുന്നത്. മേജർ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടി ആയിരിക്കും ചോദിക്കുന്നത്, അതല്ലെങ്കിൽ അവിടുത്തെ അസംബ്ലി ആയിരിക്കും ചോദിക്കുന്നത്, പാർലമെന്റ് ആയിരിക്കും ചോദിക്കുന്നത്. എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും? യു എസ് എ കുറിച്ച്, റഷ്യയെ കുറിച്ച്, ചൈനയെ കുറിച്ച്, ജപ്പാനെ കുറിച്ച് എന്തൊക്കെ പഠിക്കാനാണെങ്കിൽ കടൽ കണക്കുണ്ട്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി, ഇതുവരെ ഏതൊക്കെ ലെവലിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നിന്ന് അക്കാദമിക്കൽ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. 2, ഇതേപോലെ സമാനമായ എക്സാംസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ PYQs എടുക്കാം. ഇതൊക്കെ നമ്മൾ മാക്സിമം കളക്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഏരിയ ടച്ച് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ആ ഏരിയയുടെ PYQs തരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടി വരും. CA കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതിന് നല്ല മെറ്റീരിയൽ വേണ്ടി വരും. നിങ്ങൾക്ക് കൺവെൻഷണൽ മെറ്റീരിയൽ കൊണ്ട് നടക്കൂല. നിങ്ങളൊരു UPSC ലെവലിലുള്ള മെറ്റീരിയൽ എടുത്തു വെച്ചിട്ട് അതിൽ നിന്നും കുറച്ച് കണ്ടന്റ് മാത്രം മാറ്റി എടുത്തിട്ട് വേറെ ചെയ്യേണ്ടി വരും. അതായത് HSSTക്ക് വേണ്ടി മാത്രം പഠിക്കുമ്പോൾ എവിടെ നിർത്തണം എന്നുള്ള ഒരു ഐഡിയ വേണം. നിങ്ങൾ എവിടെ പഠിച്ച് നിർത്തണം? USA എവിടം വരെ പഠിക്കണം, അല്ലെങ്കിൽ ഏത് കാര്യം പഠിക്കണം? വേൾഡ് ഹിസ്റ്ററി പഠിക്കണോ, അതല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് എവിടം വരെ എത്തണം? USA സ്വാതന്ത്ര്യം തൊട്ട് ഇങ്ങറ്റം വരെ പഠിക്കണോ എന്നൊക്കെ ഉള്ള ഒരു അനാലിസിസ് നടത്തണം. ഇതിൽ നിങ്ങൾക്ക് എത്ര പഠിച്ചാലും ഭയങ്കര ചാൻസ് കുറവാണ് ഇതിൽ 5 മാർക്ക് മേടിക്കുക എന്നുള്ളത്. ടൈറ്റാണ്, ഭയങ്കര ടൈറ്റാണ്. അതായത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് തന്നെ 2 യൂണിറ്റ് ഉണ്ട്. അതിൽ 8ാമത്തെ ഇതായിട്ട് വരുന്ന കണ്ടംപററി ഇഷ്യൂസ് ഇൻ വേൾഡ് പൊളിറ്റിക്സിൽ ഈ ഏരിയാസ്, ഫോറിൻ പോളിസി എന്ന് പറയുന്ന ഏരിയാസ് നിന്ന് മാർക്ക് സ്കോർ ചെയ്യുക വളരെ ലെസ് ചാൻസ് ആണ്. സോ ഇവിടെ നമ്മളൊരു 5 മാർക്ക് സ്കോർ ചെയ്താൽ അവിടെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. റാങ്ക് മേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇവിടെയാണ്. അതല്ലാതെ നിങ്ങൾ കാണുന്ന ലാസ്റ്റ് കീയിലല്ല ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ വളരെ ഈസി, G8, G20, IMF, WTO, EU, ഇതൊക്കെ 95% പേരും എഴുതും. പഠിക്കുന്ന 90% പേരും എന്തായാലും എഴുതും. എഫേർട്ട് ഇടാതെ ഒരാൾ ഇതിനകത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മിനിമം എഫേർട്ടെങ്കിലും ഇട്ടിരിക്കും. അപ്പൊ നിങ്ങൾ എഫേർട്ടിന്റെ ഇത് മാറ്റുമ്പോൾ ശരിയാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ G8, 20 അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ ഈസിയാണ്, വളരെ ഈസിയാണ്. ഒറ്റ നോട്ട് ഒറ്റപ്പെടുത്തും. കറണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഹെഡിനെയൊക്കെ പഠിക്കേണ്ടി വരുമായിരിക്കാം. അതായത് കറന്റ്ലി ഇപ്പൊ എവിടെയാണ് മീറ്റിംഗ് നടന്നത്, കറന്റ്ലി ഇപ്പൊ എവിടെയൊക്കെയാണ് നെക്സ്റ്റ് എവിടെയാണ് മീറ്റിംഗ് നടക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ, ഒരു ജനറലി പഠിക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇനിയുണ്ട് പൊളിറ്റിക്കൽ സയൻസ് പറയാം. പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങളുടെ ആദ്യത്തെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കുക. ലൈൻ ബൈ ലൈൻ പഠിത്തം ഇല്ല, അങ്ങനെ പഠിച്ചാൽ കിട്ടത്തുമില്ല. അതായത് നിങ്ങൾ ലൈൻ ബൈ ലൈൻ സാറ്റിസ്ഫൈഡ് ആക്കുകയാണ് നിങ്ങളുടെ സ്വന്തം മനസ്സിനെയോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നു. ഓക്കെ, ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ അതെല്ലാം പഠിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് തരാം, വേറെ നോട്ട്സ് ഒക്കെ തരാം. അതായത് ഡിറ്റർമിനൻസ് എന്നൊക്കെ പറഞ്ഞ് കുറെ നോട്ട്സ് തരാം. അങ്ങനെ നോട്ട്സ് തന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നോട്ട് തരാൻ പോകുന്നത്. അതിൽ നിങ്ങൾ എത്രത്തോളം ആദ്യത്തെ 2 മാസം പഠിച്ചെടുക്കുന്നു എന്ന് കണക്ക് നിങ്ങളുടെ മിടുക്ക് കണക്കിരിക്കും നിങ്ങളുടെ പിന്നടുത്തുള്ള കോൺഫിഡൻസ്. ഒരിക്കലും കൺസിസ്റ്റൻസി
ആർക്കും ആർക്കും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ നാളെ വേറൊരു നിങ്ങളുടെ എയിം ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടു, ഫൈൻ, ഇറങ്ങി. നിങ്ങൾ കൂടി പോയാൽ ഒരു 1-2 ദിവസം ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും, അത് പിന്നെ കുറയൂലേ? അതുപോലെ തന്നെയാണ് പഠിത്തത്തിന്റെ. നിങ്ങൾ ആദ്യം പഠിക്കാനിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമായിരിക്കും. പിന്നെ പിന്നെ ആകുമ്പോൾ കൺസിസ്റ്റൻസി കുറയും. സോ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുക, ഞാൻ ഇന്ന് വന്നിരുന്ന ഒരു 6 മണിക്കൂർ പഠിച്ചു. ആ 6 മണിക്കൂർ പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ 6 മണിക്കൂർ പഠിച്ചു എന്ന് പറയുന്നു, അതിൽ 3 മണിക്കൂറായിരിക്കും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. അതായത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക നല്ല പഠിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറായിരിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? 6 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ആ 3 മണിക്കൂർ നമ്മളവിടെ കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം 3 മണിക്കൂറേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എപ്പോഴും വേരിയേറ്റഡ് ആണ്. ഈ വേരിയേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. നിങ്ങൾ എന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നും ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്നും ഒരേപോലെ 6 മണിക്കൂർ, അങ്ങനെയല്ല. നിങ്ങൾ ഇന്ന് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പനി പിടിച്ചു, പക്ഷെ നാളെയും ആ പനി പോയി, മറ്റന്നാളും ഓക്കെ, ഹെൽത്ത് ഇഷ്യൂ പോയി. ഈ 3 ദിവസത്തിനിടയിലും നിങ്ങൾ പഠിക്കാതിരിക്കുക എന്നൊരു ഓപ്ഷൻ ഇല്ല. അതായത് നിങ്ങൾ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഫുൾ പഠിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ റിവിഷനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഇരുന്ന് ടെസ്റ്റുകളോ മോക്ക് ടെസ്റ്റുകളോ ചെയ്യാം. ഇതിനെയാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഡെയിലി ഇരുന്ന് ഭയങ്കരമായിട്ട് 12 മണിക്കൂർ പഠിക്കുക എന്ന് ഞാൻ പറയുന്നില്ല. അത് ലാസ്റ്റ് 2 മന്ത് മതി. അതായത് നിങ്ങൾക്ക് 4 മന്ത് കയ്യിലുണ്ട്, 4 മന്ത് ഇല്ല, മെയ് വരാണ്ടെന്നായിരിക്കും. അത് ലാസ്റ്റ് 1.5 മന്ത് മതി ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരുപാട് സ്ട്രെസ് ചെയ്തിരിക്കേണ്ടത് 1.5 മന്ത് മതി. പക്ഷെ അതിനു മുമ്പ് ഈ ആദ്യത്തെ 2 മന്ത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന മന്ത് കൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നേ പറ്റും. ഈ 2 മന്തിലും നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസിയുടെ കോൺഫിഡൻസ് വരണം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും അവസാനം ഓടി പിടിക്കാൻ പറ്റത്തില്ല. ഈ അവസാനത്തെ ഒരു ഓട്ടം ഉണ്ട്. അതായത് നിങ്ങൾ പഠിച്ചെത്തി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മൊമെന്റിൽ നിന്ന് റിവൈസ് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓക്കെ, ഇതൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ ഒന്നേന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാളും നല്ലതാണ് ആദ്യമേ റിവിഷൻ അഡ്രസ് ചെയ്ത് പഠിക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മളിവിടെ സ്ട്രാറ്റജി കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ 2 ആഴ്ച പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക, 2 ആഴ്ച പഠിച്ചു, ആ 2 ആഴ്ച സെക്ഷണൽ ടെസ്റ്റുകളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലെവലിലുള്ള ഡിസ്കഷൻ ഫോറംസോ നമ്മൾ അറേഞ്ച് ചെയ്യും. അതിൽ പങ്കെടുക്കുക, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഞാൻ എല്ലാ ഇതും പറയുന്നില്ല, എല്ലാ സിലബസും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ സയൻസിനെ ഇതിനെ സംബന്ധിച്ച് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, IR ഉണ്ട്, തിയറീസ് ഉണ്ട്. എല്ലാ തിയറീസും വരാമേ. ഇങ്ങനെ ഈ ഒരു 3 പാർട്ടായിട്ട് വെക്കുകയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ, IR, തിയറി, ഈ 3 പാർട്ടായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 60 മാർക്കോളം ഇതിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും 3 പാർട്ടിന്റെ അതൊരു എല്ലാം കൂടെ ചേർത്തൊരു 7 യൂണിറ്റോളം വരുമായിരിക്കും. ബാക്കിയൊക്കെ സെപ്പറേറ്റ് ആണ്. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 60 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ക്രൂഷ്യൽ കുറച്ച് ഏരിയാസ് ഉണ്ട്, ആരും അധികം അഡ്രസ് ചെയ്ത് കാണാത്ത, നിങ്ങൾ എന്നാൽ വളരെ ഈസി ആണെന്ന് വിചാരിക്കുന്ന ക്രൂഷ്യൽ ആയിട്ട് 2 ഏരിയാസ് ഉണ്ട്. ആ 2 ഏരിയാസിനെ പറഞ്ഞിട്ട് നമുക്കിത് സംശയങ്ങളുടെ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ക്രൂഷ്യൽ ആയിട്ട് 2 ഏരിയാസ് ഉണ്ട്. ഒന്ന്, ഇതൊരു കേരള ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് എന്തായാലും കേരളത്തെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജനറൽ നോളജോ അതല്ലെങ്കിൽ കാണാതെ പഠിത്തം എന്ന് പറയുന്ന ഒരു പക്കാ കൺവെൻഷണൽ ഏരിയ അല്ലെങ്കിൽ കൺവെൻഷണൽ സ്ട്രാറ്റജി എടുക്കേണ്ടി വരും. അതായത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. ഗാന്ധി ജനിച്ചത് ഇന്നതാണ്, അതല്ലെങ്കിൽ ഇന്ന സമയത്താണ് ഇങ്ങനൊരു യുദ്ധം നടന്നത് എന്നുള്ള പഠിക്കേണ്ടി വരുന്ന ഏരിയാസ് ആണ് ഈ ഏരിയാസ്. അതായത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ്സ്, കേരള എന്ന് പറഞ്ഞ ഈ ഇത് കണ്ടല്ലോ, സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ കേരള എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഈ ഏരിയാസിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാടുണ്ട്, ഡെമോക്രാറ്റിക് മൂവ്മെന്റ്സ് അത്യാവശ്യമുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇലക്ട്രൽ പൊളിറ്റിക്സ്, ഇതിന്റെയൊക്കെ ചരിത്രം എടുക്കാൻ നിന്നാൽ മുഖ്യമന്ത്രിമാരുടെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ കുറച്ചധികം ഉണ്ട്. പിന്നെ കോയിലേഷൻ പൊളിറ്റിക്സ്, ട്രേഡ് യൂണിയൻസും. സോ ഇതിനൊക്കെ സ്കോർ ചെയ്യൽ കുറച്ചധികം പാടാണ്. ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഇത്ര കുറച്ചേ ഉള്ളൂ. കേരളയാണ്, കുറച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ സ്കോർ ചെയ്യൽ പാടാണ്. നിങ്ങൾ ഫാക്റ്റാണ് പഠിക്കുക, പക്ക ഫാക്റ്റാണ് പഠിക്കുക. ഫാക്ട് കാണാതെ പഠിത്തം, ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന ലെവലിലാണ് ഇത് പഠിക്കേണ്ടത്. പക്ഷെ ആ സ്കോറിംഗ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷെ ഈ സ്കോറിംഗ് കുറവായാലും മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ട ഏരിയാസ് ഉണ്ട്. നമുക്ക് തിയറീസ് ഒന്നും പോകാൻ പാടില്ല, IR എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള കോൺഫിഡൻസ് ഏരിയ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു 4 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയാൽ അഡ്വാൻറ്റേജ് ആണ്. സോ ആ ഒരു ലെവലാണ്. ഞാൻ 7 മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ 4 മാർക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും എനിക്ക്. ഇത് നമ്മുടെ മെറ്റീരിയലിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. സോ ഇങ്ങനെയാണ് സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നത്. അതല്ലാതെ 7 മാർക്കും ഇതിൽ നിന്ന് പഠിച്ചാൽ കിട്ടും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻ വരും.
ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. അതാണ് ഒരു കുട്ടിയുടെ കഴിവെന്ന് പറയുന്നത്. ഔട്ട് ഓഫ് സിലബസ് വരും എന്ന് വിചാരിക്കണം. എന്നിട്ട് നമുക്ക് കിട്ടേണ്ട ചോദ്യമുണ്ട്, ഉറപ്പായിട്ടും കിട്ടും എന്ന് പറയുന്ന ചോദ്യമുണ്ട്, അത് കിട്ടിയേ പറ്റൂ. അതിൽ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഇപ്പൊ ലാസ്റ്റിയുടെ ചോദ്യം ചോദിച്ചു പറഞ്ഞാൽ ഗ്രാംഷിയുടെയോ യൂട്ടിലിറ്റേറിയൻസോ ജയസ്മിലോ എന്തെങ്കിലും ചോദിച്ചു, പക്ക കിട്ടിയേ പറ്റൂ. അത് നമ്മൾ മെറ്റീരിയൽ ഉള്ളതേ ചോദിക്കും. അത് അങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്, വളരെ ഡയറക്റ്റ് എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് ചോദിക്കുന്നത്. സോ ആ ഏരിയ സ്കോർ ചെയ്യുകയും ഇവിടെ നിന്ന് ഒരു മിനിമം നമുക്കൊരു കോൺഫിഡൻസോട് കൂടിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ ഇനി ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻ വന്നാലും കൺവെൻഷനലി നമ്മൾ പഠിക്കേണ്ട കുറെ തിയറീസും കാര്യങ്ങളും വെച്ച് നമ്മൾ സ്കോർ ചെയ്തോളും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് മൈനസിനെ നമ്മൾ പ്രതിരോധിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ മൈനസ് എക്സാം, മൈനസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അനുസരിച്ച് ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ് കൂടാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ അനുസരിച്ച് നമ്മളത് മാറ്റും എന്നുള്ളതാണ്. സോ ഇതാണ് കേരള ബേസ്. കേരള ബേസ് ഒരു യൂണിറ്റ് ഉണ്ട്, അത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഞാൻ ഇനി ജനറലിലേക്ക് വരാം. ജനറലിന്റെ ഇതിലേക്ക് വരാം. ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ 2 ഫാക്കൽറ്റീസ് ഉണ്ടാവും. ജനറലി പഠിപ്പിക്കാൻ വേറെ ഫാക്കൽറ്റീസ് ആയിരിക്കും. പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കാൻ ഞാനും പിന്നെ ഭവ്യ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് പരിചയപ്പെട്ട് കാണും, കുറച്ച് ആൾക്കാരെങ്കിലും പരിചയപ്പെട്ട് കാണും. ഭവ്യ എന്ന് പറയുന്ന ഒരു ജെആർഎഫ് ഹോൾഡർ ഞങ്ങൾ 2 ഫാക്കൽറ്റി. ജനറലിന് വേറെ ഫാക്കൽറ്റീസ് ആയിരിക്കും. ജനറൽ ഞങ്ങളെ ഉള്ള ഫാക്കൽറ്റീസ് തന്നെയാണ്. ഓക്കെ, സോ ഇതിനകത്ത് റിസർച്ച്, ഇത് ജനറൽ ടോപ്പിക്കാണ്. ജനറൽ ടോപ്പിക് ഉറപ്പാണ്, ഗ്യാരണ്ടി തരാൻ പറ്റും. ഫുൾ മാർക്ക് 10 മാർക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. നിങ്ങൾ എത്ര എങ്ങനെയൊക്കെ പഠിച്ചാലും 10 to 8 മാർക്ക്, 10, 8 ഇതിനിടയിൽ കിട്ടും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഇത് റിസർച്ച് മെത്തഡോളജി. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് മെത്തഡോളജി ഗ്യാരണ്ടി തരാൻ പറ്റും. ഞാൻ ചിലതൊക്കെ ഗ്യാരണ്ടി തരും, ചിലതൊക്കെ ഗ്യാരണ്ടി തരില്ല. റിസർച്ച് മെത്തഡോളജി 10 to 8 ഗ്യാരണ്ടി തരാൻ പറ്റും. കാരണം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മിനിമം ഒരു ദിവസം ഇരുന്ന് പഠിച്ചാൽ ഇത് 10 മാർക്ക് കിട്ടും. ഒരു ദിവസം പഠിക്കാനുള്ള ടോപ്പിക്സേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ ലാസ്റ്റോ അതല്ലെങ്കിൽ ലാസ്റ്റ് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് എടുത്ത് വെച്ച് പഠിക്കാം എന്ന് വിചാരിച്ച് നടക്കൂല. അങ്ങനല്ല. ആദ്യമേ നമ്മൾ ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോൾ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ചെറിയ ഏരിയാസ് തരും. ഈ ഏരിയാസ് വെറുതെ വായിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. അതിൽ ഉറപ്പായിട്ടും ടീച്ചിങ്ങും റിസർച്ചും 10 അല്ലെങ്കിൽ 8 ഇതിനിടയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 10 ഫുൾ മാർക്ക് ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസേ വരും. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതാണ് ഒരാൾക്കും റിസർച്ചിലോ അതല്ലെങ്കിൽ ടീച്ചിങ്ങിലോ മാർക്ക് പോകും, അല്ലെങ്കിൽ മാർക്ക് പോകണമെങ്കിൽ അത് പഠിക്കാതിരിക്കണം. ഒട്ടും പഠിക്കാതിരിക്കണം, എന്നാലേ പോകും. ഒട്ടും പഠിക്കാതിരുന്നാൽ മാത്രമേ പോകൂ. പഠിച്ചാൽ കിട്ടും. പഠിച്ചാൽ കിട്ടുന്ന ടോപ്പിക്സ് ആണ് ആദ്യം പഠിച്ചു തീർക്കേണ്ടത്. ഇനി രണ്ടാമത് തിയറീസ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ടഫ് ഏരിയാസ്, കേരളത്തിന്റെ ടഫ് ഏരിയാസ് ആട്ടെ, അതിൽ മാർക്ക് പോയാലും നമുക്ക് റാങ്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതായത് അതിൽ എല്ലാവർക്കും മാർക്ക് പോകുന്നെങ്കിൽ, ടഫ്നെസ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് തന്നെ ആയിരിക്കും. പക്ഷെ ഇതൊക്കെ ടഫ് ആവില്ല. ഇതൊക്കെ ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഇത് റിസർച്ച്, ടീച്ചിങ്, പിന്നെ ലാസ്റ്റ് ഏരിയ, അടുത്ത കുഴപ്പിക്കുന്ന ഏരിയയാണ് ലാസ്റ്റ്, ജനറലിന്റെ ലാസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, കേരള ഫ്രീഡം മൂവ്മെന്റ്. ഇതും വളരെയധികം കുഴപ്പിക്കുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾ എത്രത്തോളം മെമ്മറി കപ്പാസിറ്റി അതായത് SNDP, കുറെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, യോഗക്ഷേമ സഭ, മറ്റേ ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ ഈ പ്രത്യക്ഷ സഭ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കണ്ടേ. ലൈക്ക് ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പമാണോ? ചാറ്റ് ബോക്സിൽ പറയാം. ഈ സാധനം പഠിക്കുക, ലാസ്റ്റ് സാധനം പഠിക്കുക എല്ലാവർക്കും എളുപ്പമാണോ? ഭയങ്കര ഡ്രൈ ആയിട്ട് നല്ല ടൈം വേണ്ട ഒരു പരിപാടിയാണ്. എളുപ്പമാണോ? ഈ ലാസ്റ്റ് ഏരിയ പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ആൾക്കാർ കാണും. മേ ബി PSC ഒക്കെ ഒരുപാട് നാളുകൊണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി പറ്റുമായിരിക്കാം. അതല്ലാത്ത പക്ഷം മറന്നു പോകും. സിമ്പിൾ, മറന്നു പോകും. ഇതിന് മറന്നു പോകാതിരിക്കാൻ കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇവിടെ 1-2 ആൾക്കാരുണ്ടാവണം, നെറ്റ് ക്ലാസ്സിൽ ഉണ്ടാവുന്ന 1-2 ആൾക്കാരുണ്ടാവണം. നമ്മൾ മറന്നു പോകാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ നെറ്റ് എക്സാമിന് ക്രോണോളജി പഠിക്കാൻ വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ക്രോണോളജി പഠിക്കാൻ വേണ്ടി എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുകയല്ലോ. എല്ലാവരും കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കും, അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് പഠിച്ചു വെച്ചിരിക്കും. പക്ഷെ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ടൈം കണ്ടെത്തും. എന്നിട്ട് നമ്മളിപ്പോൾ ഞാനൊരു കോഡ് ഇട്ട് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു കോഡ് ഇട്ട് വെച്ചിരിക്കുന്നു. ആ കോഡ് ബാക്കിയുള്ളവർ കൂടെ ഷെയർ ചെയ്യാം. നല്ല കോഡാണെങ്കിൽ, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോഡാണെങ്കിൽ, വളരെ സിമ്പിൾ കോഡാണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യും. അല്ല വേറെ ഏതെങ്കിലും ടെക്നിക്സ് ഉണ്ട്, അങ്ങനെയാണ് ഈ മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മൾ റീകോൾ ചെയ്യുന്നത്. അങ്ങനെ റീകോൾ ചെയ്തത് കൊണ്ട് മാത്രം ഈ പ്രാവശ്യത്തെ നെറ്റിന് ഒരുപാട് ചോദ്യം ക്രോണോളജി വന്നതുകൊണ്ടും, പിന്നെ ക്രോണോളജി എന്ന് പറയുന്ന ഒരു ഏരിയാസിൽ നല്ല ടഫാണ് പഠിക്കാൻ, അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഇവിടെ വർക്കാക്കാൻ പറ്റും, ഈ സ്ട്രാറ്റജി ഇവിടെ വർക്കാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആക്റ്റീവ്നെസ് ആണ്, അതായത് ഒരു ഇന്ററാക്റ്റീവ് മോഡ് അല്ലെങ്കിൽ അതിലെല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് വളരെ ഇന്ററാക്റ്റീവ് മോഡായിട്ടുള്ള ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുക. ഇപ്പോ എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ള ആൾക്കാർ ഏത് വിധേനയും സ്കോർ ചെയ്യാനേ നോക്കും. അപ്പൊ ഞങ്ങളൊരു ടെക്നിക്ക് പറഞ്ഞാൽ ആ ടെക്നിക്കിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ചാൻസ് കൂടുതലാണെന്നുള്ളത്. അപ്പൊ ഡിസ്കഷൻ പങ്കെടുക്കാതിരിക്കാം, ചോയ്സ് ആണ്. പക്ഷെ അത് പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഞാൻ പഠിച്ച കണക്കല്ല വേറെ ആൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ അത് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ കാരണം വേറൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. സോ ഇതിങ്ങനെ
എക്സ്ചേഞ്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ഉപകാരങ്ങൾ ഉണ്ടാവും. സോ ഈ സാധനം ഇവിടെ ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുക. വളരെ കൺസിസ്റ്റൻസി പേഷ്യൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഇതാണ് ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ബാക്കി കുറെ പറയാനുണ്ട്, എനിക്കറിയാം കുറെ യൂണിറ്റ്സ് ഞാൻ ഡീറ്റെയിൽ പറയാനുണ്ട്. പക്ഷെ ഞാൻ എല്ലാം പറയുന്നില്ല. നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു നിർത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, മൈൻഡ് സെറ്റ് എപ്പോഴും എക്സാം മൈൻഡ് സെറ്റ് ആയിരിക്കണം. നിങ്ങൾ ഒരു എക്സാമിന് ജോയിൻ ചെയ്തു, എനിക്ക് കുറച്ച് പൈസ തന്നു വിചാരിക്കാം, നമുക്ക് കുറച്ച് പൈസ അടച്ചു എന്ന് വിചാരിക്കും. ആ പൈസ അടച്ചിട്ട് ഓക്കെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്ന അല്ല. എക്സാം മൈൻഡ് സെറ്റ് വേറൊരു തരത്തിലുള്ള മൈൻഡ് സെറ്റ് ആണ്. അതായത് നിങ്ങളുടെ ഒരു പർപ്പസ് ഉണ്ട്, നിങ്ങൾ എന്തിനാണ് എക്സാമിന് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ എക്സാം എഴുതുന്നത്, ആ മൈൻഡ് സെറ്റ് അപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. അതായത് കോമ്പറ്റേറ്റീവ് എക്സാം മൈൻഡ് സെറ്റിന്റെ അകത്ത് വരുന്ന ഒരു സാധനമാണ് പ്രഷർ. ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഒരു എക്സാം എഴുതുമ്പോൾ ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ട്? നിങ്ങൾക്ക് കുഞ്ഞുനാൾ തൊട്ടേ 10ാം ക്ലാസ്, +1, +2, ഡിഗ്രി ഇതെല്ലാം എഴുതിയ PG എല്ലാം എഴുതിയപ്പോഴും എക്സാമിന്റെ ആ ടൈമിൽ ടെൻഷൻ ഇല്ലായിരുന്നു? ഓൾമോസ്റ്റ് ആൾക്കാർക്ക്. ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, എന്നാലും ഓൾമോസ്റ്റ് ആൾക്കാർക്കെല്ലാം ടെൻഷൻ ഇല്ലായിരുന്നോ? കമന്റ് ബോക്സിൽ പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയായിരിക്കും ഈ ടെൻഷൻ എന്ന് പറയുന്നത്. ടെൻഷൻ ഉണ്ടാകാറുണ്ടോ ഇതിനെ സംബന്ധിച്ച്? ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ഇമാജിൻ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യും. എന്റെ എല്ലാ പ്രതീക്ഷയും പോയി നിൽക്കുകയാണ്. എനിക്ക് ഈ ജോലി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഈ ജോലിയോ അതല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലോ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തെളിയിക്കാനോ എനിക്ക് ഈ ഒരു ഇത് മാത്രമേ മുമ്പിലുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ? അങ്ങനെയുള്ള ആൾക്കാർ വളരെ ടെൻഷനിലൂടെയും കടന്നു പോകുന്നത്, വളരെ സ്ട്രഗിൾ എടുത്തിട്ടായിരിക്കും ഈ പരിപാടിക്ക് നിൽക്കുന്നത്. ചിലപ്പം എല്ലാ ആൾക്കാരെയും പോലെ വളരെ ഈസി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ ആൾക്കാർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ പൈസ കണ്ടെത്തിയിട്ടുള്ളത്, ഇവിടെ വന്ന് ജോയിൻ ചെയ്യാനുള്ള പൈസ കണ്ടെത്തിയിട്ടുള്ളത്. സോ ഈ സ്ട്രഗിൾ ആണ് നിങ്ങൾ മുന്നോട്ട് അയക്കേണ്ടത്. അവിടെ ടെൻഷന് ഇതില്ല. ടെൻഷൻ അടിക്കാതിരിക്കുകയോ ഹാൻഡിൽ ചെയ്യാതിരിക്കുകയോ എന്നൊക്കെ രണ്ടാമത്തെ കേസ്. നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണോ? സോ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ടാക്കിൾ ചെയ്യാനുള്ള സൊല്യൂഷൻ ഇവിടെ പറഞ്ഞുതരും. എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. അതായത് ഉറപ്പായിട്ട് നമുക്കറിയാം ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും, നല്ല ടെൻഷൻ ഉണ്ടാവും. ഈ ഒരു ഇത് ഹാൻഡിൽ ചെയ്യുന്ന കണക്കിരിക്കും. അവസാന നിമിഷവും നിങ്ങൾക്ക് ഒരു മിനിമം കോൺഫിഡൻസോട് കൂടി ആ എക്സാം ഹാളിൽ പോകാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇന്ന പ്രഷർ ഉണ്ട് എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചു പറ്റും. സോ ആ ഹാൻഡ്ലിങ്, അതല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു കാര്യം കൈകാര്യം ചെയ്ത് വരുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു മെയ് വഴക്കം ഇവിടെ ഉണ്ടാവും. പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ പല ടെക്നിക്സും പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ നിങ്ങൾ ആദ്യം പ്രഷർ അടിക്കാൻ എന്തെങ്കിലും പഠിക്കണമല്ലോ. അറ്റ്ലീസ്റ്റ് പ്രഷർ അടിക്കാൻ ഒരു എഫേർട്ട് ഇടണം. നിങ്ങൾക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് മറന്നു പോകുന്നു, അങ്ങനെയെങ്കിലും ഒരു പ്രഷർ വരണം. അങ്ങനെ പ്രഷറായിട്ട് കാര്യമല്ല. ഞാൻ പഠിക്കാതിരുന്നിട്ട് എനിക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം തരും എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേറെ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തരും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സോ ഇത് ഇങ്ങനെയല്ല, പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ആ ഹാൻഡിൽ ചെയ്യാനുള്ള വിധമൊക്കെ ഇവിടെ പറഞ്ഞുതരും. പക്ഷെ അറ്റ്ലീസ്റ്റ് പ്രഷറെങ്കിലും ഉണ്ടാവണം. പ്രഷറും ഇല്ലാതിരുന്നാൽ നിങ്ങൾ ഇതിന് സീരിയസ്നെസ് കാണുന്നില്ല എന്നുള്ളതാണ്. പ്രഷർ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചിട്ട് നമുക്കിത് ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജോയിൻ ചെയ്ത ആൾക്കാർക്കല്ല, അല്ലാത്ത ആൾക്കാർക്ക് ഫീസും അല്ലെങ്കിൽ നമ്മുടെ എക്സാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചോട്ടെ. ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിക്കുന്നതിന് ഒരു ഇതുണ്ട്. ഓക്കെ, ഞാൻ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതൊന്ന് ആൻസർ ചെയ്യാം. പെട്ടെന്ന് ആൻസർ ചെയ്യണം. ചാറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ, തെറ്റിക്കോട്ടെ, ഇവിടെ ശരിയും തെറ്റൊന്നും ഞാൻ നോക്കാനല്ല ഇരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയണേ പെട്ടെന്ന്, ഒറ്റ വായന. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഒരാൾ ആൻസർ പറയാൻ വേണ്ടി ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ കാണാത്ത ഇഷ്യൂ ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ക്വസ്റ്റ്യൻ കാണാത്ത ഇഷ്യൂ ഉണ്ടോ? ക്വസ്റ്റ്യൻ കാണാത്ത ഇഷ്യൂ കുറച്ചുകൂടെ മുകളിലോട്ടാക്കണോ? വെയിറ്റ്. ഇപ്പോഴോ? ഇപ്പൊ ക്വസ്റ്റ്യൻ കാണാമോ? ക്വസ്റ്റ്യൻ കാണാമോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ പറയണേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് ആൻസർ പറയണേ. ഓക്കെ ആണല്ലോ അല്ലേ? പെട്ടെന്ന് ആൻസർ പറഞ്ഞു.
ആൻസർ പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. വെയിറ്റ് ചെയ്യണ്ട, ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യണ്ട. പെട്ടെന്ന് ആൻസർ പറഞ്ഞു. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഇതൊന്നും അല്ല. ഞാൻ ഇത് ക്വസ്റ്റ്യൻ ഇട്ടപ്പോ ഇവിടെ ശരിയായിട്ട് ബന്ധമായിട്ടാണ്. ആൻസർ ബി ആണെന്ന് പറയുന്നു. ബി ആണെന്ന് പറയുന്നു. ബി ആണെന്ന് പറയുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയണോ? ആകെ 3 പേരെ ആൻസർ ചെയ്തിട്ടുള്ളൂ. എനിക്കറിയാം, ഞാൻ ഇതുകൊണ്ടാണ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ബാച്ചിലും ഏത് കോഴ്സ് എടുത്താലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസേ കാണും. ആ ആ ആക്റ്റീവ്നെസ് അല്ലെങ്കിൽ ആ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു എക്സാം പറഞ്ഞിട്ടുള്ളത്. ഏത് എക്സാം ആയാലും. കാരണം അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. തെറ്റിക്കോട്ടെ, തെറ്റായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്ന് തെറ്റുമെന്ന് വിചാരിച്ചിരുന്ന നാളെ തെറ്റിയാ പറയത്തില്ല. ഇന്നിപ്പോ തിരുത്തി തരണമെങ്കിൽ ഇന്ന് തിരുത്തി തരണ്ടേ. നാളെ ആ തെറ്റ് ആവർത്തിച്ച കാര്യമല്ലോ. ഇത് കോഴ്സ് നിങ്ങളുടെ ഇതാണ്, നിങ്ങൾ മാക്സിമം ഇത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ബി ഓപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഓക്കെ, ബി ഓപ്ഷൻ ഓൺലി 2 and 3. ഇതിൽ എത്ര പേര് റോങ് കണ്ടില്ല? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കും. റോങ് എല്ലാരും കണ്ടോ? റോങ് എന്ന് ചോദിച്ചിരിക്കുന്ന എത്ര പേര് കണ്ടു? ദിസ് ഈസ് എ ഗെയിം. ഇതാണ് ഗെയിം. നിങ്ങൾ ഇപ്പോഴേ തെറ്റിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു എക്സാം പ്രഷറിൽ പോയിരുന്നിട്ട് ഈ റോങ് കാണുമെന്ന് തോന്നുന്നുണ്ടോ? എക്സാം പ്രഷറിൽ പോയിരുന്നിട്ട് റോങ് കാണുമെന്ന് തോന്നുന്നുണ്ടോ? നല്ല ഇവിടെ വീട്ടിൽ നിന്ന് എങ്ങനെ പഠിച്ചിട്ട് ഇറങ്ങി വീട് ഒരു എക്സാം ഹാളിലെത്തി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ആയിരിക്കും എക്സാം ഹാളിൽ എത്തുന്നത്. അതിനിടയിൽ ഒരുപാട് ടെൻഷൻ കാണും. ഇതാണ് മറ്റേ എന്റെ ജീവിതം പോകുന്ന എക്സാം ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടെൻഷൻ കാണും. ഈ എല്ലാ ടെൻഷനും എടുത്തു വെച്ചിട്ടായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ റോങ് ഇപ്പൊ കാണുന്നില്ല എങ്കിൽ അപ്പോഴും കാണില്ല. അപ്പൊ എന്തായാലും കാണില്ല, അത് ഉറപ്പിച്ച് പറയാം. സോ ഇവിടം തൊട്ടാണ് നമ്മൾ സ്ട്രാറ്റജി തന്നെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ സാധിക്കുന്നൊക്കെ അറിയായിരിക്കും ഞങ്ങൾ എങ്ങനെയാണ് ഒരു മോക്ക് ടെസ്റ്റ് അനാലിസിസ് ചെയ്യുന്നത്. ഒരു ടെസ്റ്റ് ഇട്ടാൽ തന്നെ നമ്മൾ ഒരു കോളം വരച്ചിട്ട് അനാലിസിസ് ഉണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് തെറ്റിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ശരിയാക്കിയത്. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ശരിയാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, അത് ലക്കിന് ശരിയാക്കാം. ഓക്കെ, ഞാനിത് കുത്തി ഓപ്ഷൻ സി കുത്തി ശരിയായി. ഇനി 4 ഓപ്ഷനിൽ 3 ഓപ്ഷനും എനിക്ക് അറിയാം, 4ാമത്തെ ഓപ്ഷൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മാത്രം ഞാൻ ശരിയാക്കി. അങ്ങനെയൊക്കെ ലക്കിന് ശരിയാക്കുന്നതാണ്. ഇതിനൊക്കെ എല്ലാം നമ്മളൊരു കോളം വരച്ചു തരും. ആ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? അനാലിസിസ് ചെയ്തിടും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മിസ്റ്റേക്ക് അങ്ങ് ക്ലാരിഫൈ ആകും. അതായത് ആക്സിഡന്റൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നതിന് ആക്സിഡന്റൽ മിസ്റ്റേക്ക് ക്ലാരിഫൈ ആകും. ഇതൊക്കെ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ UPSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് പയറ്റി തെളിഞ്ഞ അല്ലെങ്കിൽ ഫെയിലിയർ ആയ ഒരുപാട് എക്സാംസ് എഴുതി ഫെയിലിയർ ആയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സക്സസ്ഫുൾ ആളിനേക്കാളും ഫെയിലിയർക്ക് പറയാൻ പറ്റുമെന്നാണ്. സോ ഇങ്ങനെയൊക്കെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സൈക്കോളജി വർക്കാവും. അതായത് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരും, അതിന്റെ ഇടയിൽ ഇതേപോലെ റോങ്, നോട്ട് കറക്റ്റ് എന്നൊക്കെ വരും. ഇതൊക്കെ നിങ്ങൾ കാണില്ല. ഓക്കെ, ഇതിന്റെ ആൻസർ വരിക only 1 ആണ്. ഓൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇവിടെ തന്നെ നോക്കിക്കോ, ഇതിനൊക്കെ ടെക്നിക് ഉണ്ട്. ഓൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം അല്ലേ? സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം അല്ലേ? എല്ലാ ഇൻട്രസ്റ്റ് ഗ്രൂപ്പും പ്രഷർ ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഓക്കെ. അല്ല, ഇപ്പൊ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? സോ ഇവിടെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എലിമിനേഷൻ ടെക്നിക്ക് വർക്ക് ചെയ്യാം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും, എലിമിനേഷൻ ടെക്നിക്സും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഇതൊക്കെ PSCയിൽ കുറെ വർക്കാവും. PSCയിൽ ഇപ്പം നല്ലപോലെ വർക്കാവും. PSCയിൽ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരുടെ ഒരു അത്യാവശ്യം നല്ല PSCയെ കുറെ കാലമായിട്ടുള്ള അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ് PSC ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ PSCയുടെ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുക. എല്ലാ എക്സാമിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. സോ ആ ഏരിയാസിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും നല്ലപോലെ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവും. ഓക്കെ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. വേറെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാനൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. സമയം 1 hour കഴിഞ്ഞു. 1 hour ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ ഒരുവിധം അണ്ടർസ്റ്റാൻഡിങ് ആയി എന്ന് വിചാരിക്കും. ഒരുവിധം നിങ്ങൾ ഈ ഒരു മിനിമത്തിലെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യം പെട്ടെന്നൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് വരില്ല. പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ആകാൻ പെട്ടെന്ന് അങ്ങനെ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? നമ്മളെ ഒരു പ്രയർ നോളജ് കൊണ്ട് ക്വാളിഫൈ ആകില്ല എന്ന് മനസ്സിലായിട്ടുണ്ടോ?
പ്രയർ നോളജും ഉണ്ട്. സോ അത് ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഈഗോ, ഇറ്റ് മീൻസ് ഓക്കെ ഞാൻ ഇത്രയും കാലം റാങ്ക് മേടിച്ച് പഠിച്ച ആളാണ്, ഞാൻ ഇത്രയും കാലം ടീച്ചർ ആയിരുന്ന ആളാണ്, ലീവ് ഇറ്റ്. അത് അവിടെ കളഞ്ഞിട്ട് വേണം വരാൻ. അങ്ങനെ പഠിച്ചില്ല എങ്കിൽ, വളരെ വളരെ താഴ്ന്നു നിന്ന് പഠിച്ചില്ല എങ്കിൽ ഇതിലൊരു മിസ്റ്റേക്സ് കൂടും. അതായത് നമ്മൾ ഓവർ കോൺഫിഡന്റ് ആവും ചില ഏരിയാസിൽ. ഓവർ കോൺഫിഡന്റ് ആയിട്ട് ചില ഏരിയാസ് എനിക്ക് അറിയാമല്ലോ, എനിക്ക് DPSP അറിയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയാം, ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല, പഠിച്ചിട്ട് പോകും, ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. പക്ഷെ ആക്ച്വലി ക്വസ്റ്റ്യൻ ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സോ ആ പ്രാക്ടീസ് വേണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് വേണം, കുറച്ച് സ്ട്രാറ്റജി വേണം. വെറുതെ ഇരുന്നങ്ങ് പോയാൽ കിട്ടില്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു സെഷൻ ചെയ്തത്. ഞാൻ വേണമെങ്കിൽ ലൈൻ ബൈ ലൈൻ എനിക്ക് യൂണിറ്റ് വന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്യാത്തത്, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കുറച്ചെങ്കിലും തോട്ട് വരണം. ഓക്കെ, ഇത് വിചാരിച്ച കണക്കല്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അങ്ങനെ വരാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഇത്, ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു കോഴ്സ് ഫീസിന്റെ കേസ്. ഇപ്പം ഞാൻ ജോയിൻ ആകാത്ത ഒരു 10ഓളം പേര് ഇതിനകത്ത് ഉണ്ടാവണം. ജോയിൻ ആകാത്ത ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. സോ അപ്പം ജോയിൻ ആകാത്ത ആൾക്കാർക്ക് ഒരു 3 പേർക്കും കൂടെ മാത്രം ഇതേ ഓഫറിൽ, നമ്മൾ എല്ലാവരെയും വാങ്ങിച്ച 6000 രൂപ എന്ന് പറയുന്ന ഓഫറിൽ ജോയിൻ ആകാത്ത, ഈ വെബിനാർ കേൾക്കുന്ന 3 പേർക്കും കൂടെ മാത്രം, ജോയിൻ ആകാത്ത ആൾക്കാർക്ക് മാത്രം 3 പേർക്ക് 6000 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് തരും. ബാക്കി എല്ലാവർക്കും, ആദ്യം വരുന്ന 3 പേർക്ക്, ബാക്കി എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. നമ്മൾ ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഇനിയാണ് എടുക്കേണ്ടത്. കാരണം ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒരു 4-5 മാസം നമ്മൾ ഇത് റണ്ണ് ചെയ്യണമെങ്കിൽ എത്രത്തോളം രൂപ ചെലവഴിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ആ ഒരു ഇതിൽ നിങ്ങൾ ജോയിൻ ആയ ആൾക്കാർ, ഓക്കെ, ജോയിൻ ആയ ആൾക്കാർ ഞാൻ ആദ്യമേ ജെനുവിൻലി കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോയിൻ ആയ ആൾക്കാർക്ക് ആ പ്രൈസിൽ തന്നെ കിട്ടി. ഇനി ഇത് ഈ വെബിനാർ അറ്റൻഡ് ചെയ്തത് കൊണ്ട് 3 പേർക്കും കൂടെ മാത്രം ഈ ഒരു ഓഫറിൽ ഉണ്ടാവും. അതിന് മെസ്സേജ് അയക്കുക, നമ്മൾ പോസ്റ്റർ കിട്ടിക്കാണും. അതല്ലെങ്കിൽ ഈ നമ്പറിൽ ആദ്യം മെസ്സേജ് അയക്കുകയും പൈസ എമൗണ്ട് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ആ ഒരു ഇതുണ്ടാവുക. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, ഈ ഒരു നമ്പറിലേക്ക് ഇടുക എന്നുള്ളതാണ്. ചാറ്റ് ബോക്സ് അല്ല, നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ജോയിൻ ആകുന്നെങ്കിൽ പറയുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അതാണ് കോഴ്സ് ഫീയെ സംബന്ധിച്ച് പറയാനുള്ളത്. കോഴ്സ് ഫീ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇനി ആരും 12 അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോഴ്സ് ഫീ കൂട്ടുന്നു, ആ കൂട്ടുന്ന ആ ഒരു എമൗണ്ട് പിന്നെ ഒരു എക്സ്ക്യൂസ് പറയരുത്, നമ്മൾ ആദ്യമേ വന്നതാണെന്ന് പറയരുത് എന്നുള്ളതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കോഴ്സ് ഫീയും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കണേ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സാറേ, കോഴ്സിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണത്? ആപ്പ് വഴിയാണോ ക്ലാസ് കൊടുക്കുന്നത്? അതല്ല കൊടുക്കുന്നുണ്ടോ? അതല്ല എങ്ങനെയൊക്കെയാണെന്നില്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഓക്കെ, നമ്മൾ അതും കൂടെ പറഞ്ഞേക്കാം, ഞാൻ അത് മിസ്സായിപ്പോയി. ഞങ്ങൾ ഓൺലൈനിലാണ് ക്ലാസ് എടുക്കുന്നത്. ഓൺലൈൻ ഒരു ആപ്പ് ഉണ്ടാവും, ടീച്ച്മിന്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ആ ടീച്ച്മിന്റ് എന്ന് പറയുന്ന ആപ്പിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. മോക്ക് ടെസ്റ്റ്, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽ വേണോ ആ മെറ്റീരിയൽ എല്ലാം കിട്ടും, PDF ആയിട്ട് കിട്ടും. പിന്നെ സെക്ഷണൽ ടെസ്റ്റ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, ജോയിൻ ആയ കുറച്ച് ആൾക്കാർക്ക് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്, കോമൺ സ്ട്രാറ്റജി ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന കണക്കായിരിക്കില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കണക്കായിരിക്കില്ല വേറെ ആൾ പഠിക്കുന്നത്. അപ്പം എനിക്ക് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് നടത്തിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകം ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും, കോമൺ സ്ട്രാറ്റജീസും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വീക്കിലി ഒരു 3 days അല്ലെങ്കിൽ 4 days ക്ലാസ് പ്രതീക്ഷിക്കാം. ആദ്യത്തെ 1.5 month കുറച്ചധികം ക്ലാസ് പ്രതീക്ഷിക്കും. കാരണം ഒരു 2 month കൊണ്ട് നമ്മളൊരു സിലബസിന്റെ ഒരു 60%, 65% ഒക്കെ കംപ്ലീറ്റ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ പറയാം, അതല്ല എനിക്ക് ചോദിക്കാം, എങ്ങനെയായാലും. ഡ്യൂറേഷൻ എങ്ങനെയാണ്? എത്ര മാസം വരെയാണ് ക്ലാസ് ഉള്ളത്? ഇപ്പോ മെയ് മന്ത് വരെയാണ്. എന്തായാലും വഴിയിൽ ഉപേക്ഷിക്കില്ല. അതായത് ഇപ്പം മെയ് മന്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പൊ എക്സാം മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ വന്നാലും നമ്മൾ ആ ഒരു എക്സാമിന്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ക്ലാസ്സുകളുടെ എണ്ണം കുറവ്, ആ സമയത്തൊക്കെ ചിലപ്പം ഡിലേ വന്നാൽ കുറവായിരിക്കും. പക്ഷെ എക്സാം നിങ്ങൾക്ക് എന്നാണോ അന്ന് വരെയും ഈ ഒരു ഇതുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, പുറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോഴ്സ് ഇപ്പം ഒരാള് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് പറയുന്നില്ല, ഇങ്ങനെ 25,000 രൂപ 20,000 രൂപയൊക്കെ വാങ്ങിക്കുന്ന കോഴ്സ് 6,000 രൂപ നമ്മൾ പറയുമ്പോൾ ഇതൊരു ചീപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, വളരെ ചീപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ
എത്രത്തോളം എഫേർട്ട് ഇത് വേണമെന്ന് മിനിമം ആൾക്കാർ നമ്മുടെ നെറ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം. നെറ്റ് ക്ലാസ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത്യാവശ്യം എഫേർട്ട് ഇട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് റൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര കുറെ മാസങ്ങളുള്ള ഒരു ജേണിയാണ്. ഈ ഒരു എമൗണ്ട് നമുക്ക് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓഫർ കൊടുക്കുമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും ഫുൾ എമൗണ്ട് തന്നെ ആയിരിക്കും. റെക്കോർഡ് ക്ലാസ് കിട്ടും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. നമ്മളിപ്പോ ഇന്നിപ്പോ ക്ലാസ് ജനുവരി 25 അല്ലെങ്കിൽ 26 ഗ്രൂപ്പിൽ എൻ്റർ ആകുമ്പോൾ ഞാൻ പറയാം. 25 അല്ലെങ്കിൽ 26 സ്റ്റാർട്ട് ചെയ്യുന്നത്. റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ലൈവ് എടുക്കുന്നതിന്റെ റെക്കോർഡ് കിട്ടും, ലൈവ് എടുക്കുന്ന റെക്കോർഡ് ക്ലാസ് കിട്ടും. ഓക്കെ, ലൈവ് എടുക്കുന്ന റെക്കോർഡ് ക്ലാസ് കിട്ടും. ഞാനത് പറയാനുള്ള കാര്യം, ഓൾറെഡി എൻ്റെ അടുത്ത് 7 പേരാണ് പെൻഡിങ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ വെബിനാറിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 7 പേരാണ് എൻ്റെ അടുത്ത് ജോയിൻ ആകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അവർക്കൊന്നും എനിക്ക് ഈ പ്രൈസ് കൊടുക്കൽ മുതലാവില്ല. സീരിയസ്ലി അതാണ് പറയുന്നത്, മുതലാവില്ല. ഇങ്ങനെ ഒരു ഇത്ര എമൗണ്ടിൽ കൊടുക്കൽ മുതലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ നമ്മളും ഈ സ്ട്രഗിൾ അറിഞ്ഞു വന്ന ആൾക്കാരാണ്. കുറെയൊക്കെ ഫിനാൻഷ്യലി നമ്മളും കുറച്ച് സ്ട്രഗിൾ അറിഞ്ഞ് നന്നായിട്ട് തന്നെ വന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഓഫർ വെച്ചത്. ആദ്യം 10 പേർക്കാണ് ഓഫർ ഇട്ടത്. പിന്നെ കുറെ ആൾക്കാർ ഇതിനെ ചീപ്പായിട്ടും കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതെനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. വളരെ ചീപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. നോക്കുക, 6000 രൂപയല്ലേ ഉള്ളൂ, ഇത്രയും മാസത്തിന് 6000 രൂപയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചീപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതും നമുക്ക് അത്ര അധികം നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ ജെന്യൂൻ ആയിട്ട് ഇപ്പോൾ വരുന്ന ആൾക്കാരെയും കൂടെ ഈ ഓഫറിൽ ജോയിൻ ആക്കും എന്നുള്ളതാണ്. ബാക്കി എല്ലാവർക്കും കൂടുതൽ തന്നെ ഫുൾ എമൗണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, എന്തായാലും നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ ഒരു പരിധിക്കപ്പുറം കൂട്ടി മേടിക്കുന്നില്ല. 20,000 രൂപയാണ് ഇതിന്റെ ഒരു കോഴ്സ് ഫീ ഒക്കെ പല സ്ഥലത്തും സ്റ്റാർട്ടിങ് ഉണ്ടാവുക. പിന്നെ ഈ കോഴ്സ് അവൈലബിലിറ്റി കുറവുമാണ്. SST പൊളിറ്റിക്കൽ സയൻസ് നല്ല ക്ലാസ്സുകൾ അവൈലബിലിറ്റി കുറവാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും കേട്ടോ, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. റെക്കോർഡഡ് ആയിട്ട് ക്ലാസ് കിട്ടും. മോക്ക് ടെസ്റ്റ് എല്ലാം, സെക്ഷണൽ ടെസ്റ്റ്. നിങ്ങൾക്ക് ഇനി എവിടെ നിന്നൊക്കെ ഏതൊക്കെ PYQs നമുക്ക് ഡെറിവ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല ക്വസ്റ്റ്യൻസ് എന്തായാലും ഇടും. പക്ഷെ നിങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കുറെ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ഫീൽ വരും. അപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അതിനുള്ള പ്രതിവിധികൾ പറയും. അങ്ങനെയാണ് ഇത് പോവുക. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നിങ്ങളൊന്നും പറയാതിരുന്നാൽ നടക്കൂല, ഇന്ററാക്ഷൻ നടക്കാതിരുന്നാൽ നടക്കൂല എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ? വേറെ എന്തെങ്കിലും, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. അതല്ല ഞങ്ങളുടെ പോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാലും മതിയാകും. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും? എല്ലാവർക്കും ഈ ഇത് ഓക്കെ ആയിരുന്നോ? ഓറിയന്റേഷൻ ഓക്കെ ആയിരുന്നു? ആദ്യത്തെ ഒരു ഹറിബറി ഒഴിച്ചാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ പെട്ടെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ എടുത്തു. അതാ ഞാനും ഒന്നും ഇതായിപ്പോയെ. അതായത് ഇവിടെ ഒരു ചെണ്ടമേളമൊക്കെ വന്നു. അപ്പം ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യാത്തൊരു അവസ്ഥ വന്നു. അതാണ് ആദ്യത്തെ ഒരു ഹറിബറി വന്നത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ശരിയായില്ലേ? എനിക്കും ഓക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ, ടീച്ച്മിൻ എന്ന ആപ്പിലാണ്. ബാക്കി ജോയിൻ ആയ എല്ലാവർക്കും ആക്സസ് തരുന്നതാണ്, ആപ്പിന്റെ ആക്സസ് തരുന്നതാണ്. ജോയിൻ ആയ എല്ലാ ആൾക്കാർക്കും ആപ്പിന്റെ ആക്സസ് തരുന്നതാണ്. ആപ്പിന്റെ ആക്സസ് തരാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് പറയും. അതായത് 2 അക്കൗണ്ട് ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് കണ്ടീഷൻസ് പറയും. ചില ആൾക്കാർ ലാപ്ടോപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചില ആൾക്കാർക്ക് ഫോൺ ആയിരിക്കും. ഇത് രണ്ടിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് കണ്ടീഷൻസ് ഒക്കെ പറയും. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ലാപ്പിലാണെങ്കിൽ ലാപ്പിൽ, അതല്ല ഫോണിലാണെങ്കിൽ ഫോണിൽ, രണ്ടിലും എടുക്കണമെങ്കിൽ വേറെ കണ്ടീഷൻസ് പറയും. ആ കണ്ടീഷൻസിൽ നിങ്ങളൊന്ന് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ഓൾറെഡി ഞാൻ പറഞ്ഞു 7 പേര് ഉണ്ട്. ഇപ്പം എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഫുൾ എമൗണ്ട് ആണെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. ആദ്യം വന്ന് പേയ്മെന്റ് അടയ്ക്കുന്ന ആൾക്കാർക്കായിരിക്കും ഞാൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണല്ലോ? നമ്മൾ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. വെബിനാറിന് മുമ്പ് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ജോയിൻ ആകട്ടെ എന്ന്. അങ്ങനെ ആൾക്കാരെ ജോയിൻ ആക്കിയതാണ്. വെബിനാർ വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇത് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വെബിനാർ ആയപ്പോൾ തന്നെ 16-15 പേരോളം ജോയിൻ ആയി. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലായിരുന്നോ? ഓക്കെ, പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ വന്നിരുന്ന ഒരു ക്ലാസ് എടുത്താൽ മനസ്സിലാകുമെന്നൊക്കെ ഓക്കെ അല്ലേ? ഞാൻ വന്നിരുന്ന ഒരു ക്ലാസ് ഒക്കെ എടുത്താൽ മനസ്സിലാകുമെന്നൊരു ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ക്ലാസ്സിൽ കാണാം. ക്ലാസ് വെച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, ക്ലാസ് ഈവനിങ് ടൈമാണ് പ്രിഫർ ചെയ്യുന്നത്. ചില ഡേയ്സ് മാത്രം, 1-2 ദിവസമൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചില ഡേയ്സ് ഞാൻ രാവിലെ ക്ലാസ് വെച്ചിട്ട് അതിന്റെ റെക്കോർഡ് രാവിലെ നിങ്ങൾക്ക് കയറാം. അല്ല രാവിലെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് കാണാം എന്നുള്ളൊരു ഇതുകൂടെ വെക്കും. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഈവനിങ് ആയിരിക്കും. പിന്നെ നെറ്റ് ക്ലാസ്സും കൂടെ പാരലി നമ്മളിപ്പോൾ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെയും കൂടെ ഇത് വരുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ക്ലാസ് സെപ്പറേറ്റ് തന്നെ ആയിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം. എല്ലാവരും
ജോയിൻ ആകുക. ഓക്കെ, ജോയിൻ ആകാനുള്ള ജോയിൻ ആകുക. അതല്ല നിങ്ങൾക്ക് വേറെ നല്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടോട്ട് പോവുക. എങ്ങനെയായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിപ്പം എനിക്കറിയില്ല, പേഴ്സണലി കുറെ ആൾക്കാരെ എനിക്കറിയില്ല, കുറച്ച് ആൾക്കാരെ എനിക്കറിയാം, കുറെ ആൾക്കാരെ അറിയില്ല. നന്നായിട്ട് ഇതിന്റെ വർക്ക് ചെയ്യുക. നമ്മളോട് ജോയിൻ ചെയ്തില്ലെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എവിടെ ആയാലും നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. ആ ഒരു എക്സാമിലേക്ക് നിങ്ങൾക്ക് നമുക്കിനിയിപ്പം കാണാൻ പറ്റിയില്ലെങ്കിലും കയറിയ ആൾക്കാർക്ക് ഒരു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ.